എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി ചേലക്കര നിയോജകമണ്ഡലത്തിലെ ചേലക്കര ഏരിയയിൽ വരുന്ന പഞ്ചായത്തുകളുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു വരികയാണ്. നമ്മൾ ചേലക്കര പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള സംവാദ സദസ്സ് തദ്ദേശം 2025 എന്ന പേരിലുള്ള ടോക്ക് ഷോയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ദിവസം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷം നടത്തിയ കാര്യങ്ങൾ, അടുത്ത 5 വർഷം നടത്താൻ പോകുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ടോക്ക് ഷോയിൽ സംസാരിക്കുന്നത്. ആദ്യമായി നമ്മൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം ഭരണം നടത്തിയ UDF പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. താങ്കൾക്ക് കഴിഞ്ഞ 5 വർഷം എന്താണ് നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ കാര്യങ്ങൾ, വികസനങ്ങൾ, നേട്ടങ്ങൾ ഇവയൊക്കെ പ്രതിപാദിക്കാനുള്ള സമയമാണ്. ആദ്യം നിങ്ങളെ സ്വയം പരിചയപ്പെടുത്താം, അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. എൻ്റെ പേര് ബിജു തടത്തിൽവിള. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് UDFൻ്റെ ഭരണകാലത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ചു. എല്ലാ മേഖലകളിലും തൊട്ടുകൊണ്ട്, എല്ലാ മേഖലകളിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് വികസനത്തിൻ്റെ ഒരു കുതിപ്പിലേക്കാണ് 5 വർഷക്കാലം ഈ UDFൻ്റെ ഭരണം മുന്നോട്ട് പോയത്. എല്ലാ ഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട്, എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതാത് പ്രദേശത്തെ വികസനത്തിന് മുൻകാലങ്ങളിലെ മുരടിപ്പുകളെ മാറ്റി തീർത്തുകൊണ്ട് പുതിയ ഒരു സംവിധാനത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ 5 വർഷക്കാലമായി UDFൻ്റെ നേട്ടങ്ങളിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. നമ്മളങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ കാർഷിക മേഖലയാണെങ്കിലും, മൃഗസംരക്ഷണ മേഖലയാണെങ്കിലും, ദാരിദ്ര്യ ലഘൂകരണമാണെങ്കിലും, സാമൂഹ്യ നീതിയാണെങ്കിലും, സാമൂഹ്യ ക്ഷേമമാണെങ്കിലും, പട്ടികജാതി വികസന പ്രവർത്തനങ്ങളാണെങ്കിലും, കുടിവെള്ളമാണെങ്കിലും, വീടുകൾ, ലൈറ്റുകൾ, അങ്ങനെ പാർപ്പിടം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് ഈ 5 വർഷം കൊണ്ട് UDFന് മേൽക്കൈ എടുക്കുവാൻ കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമാണ്. അതിലുപരിയായി തന്നെ ഒരു 20-25 വർഷം പുറകിലേക്ക് കിടന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന് 5 വർഷം കൊണ്ട് 20 വർഷത്തേക്കാൾ മുൻപിലെത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് UDF ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടമാണ്. അടുത്തത് NDA പ്രതിനിധിക്ക്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് വിജിത്ത്. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് വിജുവേട്ടൻ പറഞ്ഞല്ലോ, കൊണ്ടാഴിയിലെ അവർ വളരെ ഭരണനേട്ടം നേടി എന്നൊക്കെയാണ് ഇവിടെ അവകാശപ്പെടുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊണ്ടാഴിയിൽ ഞങ്ങൾക്ക് 2 സീറ്റാണുള്ളത്. പ്രതിപക്ഷത്തല്ല, CPM ആണ് പ്രതിപക്ഷം. ഇവർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഒരു സ്വപ്ന ലോകത്തെ കാര്യങ്ങളാണ്. കൊണ്ടാഴി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം, കാർഷിക മേഖലയും മൂന്നി നിൽക്കുന്നൊരു പഞ്ചായത്താണ്. അവിടെ ഇന്നും കർഷകർ ദുരിതത്തിലാണ്. അതേപോലെ തന്നെ സുഹൃത്ത് പറഞ്ഞു കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു. ഇന്നിപ്പോൾ അവിടെ പോയി നോക്കിയാൽ കാണാം, ഇന്നും അവിടെ അവിടുത്തെ 4 ദിവസമായിട്ട് വെള്ളം കിട്ടാത്ത വാർഡുകൾ ഇന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ മേഖലയിലും ഈ പറയുന്ന ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച ഈ 5 വർഷമായി ഭരണത്തിലിരിക്കുന്ന UDF ഈ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ടോ അതേപോലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നാണ് NDA എന്നതിലേക്ക് എനിക്ക് പറയാനുള്ളത്. അടുത്തതായി LDF പ്രതിനിധിയിലേക്ക് പോകാം. താങ്കൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് പോകാവുന്നതാണ്. എൻ്റെ പേര് നൗഫൽ. ഞാൻ LDFനെ പ്രതിനിധിച്ചായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയ സുഹൃത്ത് ബിജു തടത്തിവിള പറഞ്ഞു, കൊണ്ടാഴി പഞ്ചായത്ത് കേരളത്തിലെ നല്ല പഞ്ചായത്താണ്, ഒരുപാട് വികസനങ്ങൾ നടത്തിയതെന്നൊക്കെ. പക്ഷേ അതിൻ്റെ ഒരു രേഖ കാണിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ അടുത്ത് തൃശ്ശൂർ ജില്ലാ കളക്ടർ തൃശ്ശൂരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ച ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയുണ്ടായി, സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുണ്ടായി.
അതിലെത്രാം സ്ഥാനത്താണ് കൊണ്ടാഴി പഞ്ചായത്ത് എന്ന്, ഒന്നാം സ്ഥാനത്ത് ചേലക്കര പഞ്ചായത്താണുള്ളത്, എത്രാം സ്ഥാനത്താണ് കൊണ്ടാഴി പഞ്ചായത്ത് എന്ന് ആ പഞ്ചായത്തിലെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ബിജു തടത്തിവിള ഇവിടെ പറയേണ്ടതുണ്ട്. ഞങ്ങൾക്കറിയാലോ എത്ര വീട് ആ പഞ്ചായത്തിൽ കൊടുത്തു എന്ന്. ഇവർ ആദ്യത്തെ 3 വർഷം ഒരു വീട് പോലും ആ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു പഞ്ചായത്താണ് കൊണ്ടാഴി പഞ്ചായത്ത്. വേറെ കേരളത്തെ ഒരു പഞ്ചായത്തും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സമരങ്ങളുടെ ഫലമായിട്ടാണ് പിന്നീട് അവർ SC ST ആ വിഭാഗങ്ങൾക്കുള്ള വീട് അനുവദിച്ചത്. ഇപ്പോഴും കൊണ്ടാഴി പഞ്ചായത്തിൽ മറ്റേത് പഞ്ചായത്തിനേക്കാളും നമ്മൾ അവിടെ വീടുകളിൽ പോകുമ്പോൾ ചോർന്നിരിക്കുന്ന വീടുകളുമായിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടുമോ എന്ന ഒരു വിഷമത്തിൽ നിൽക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നൊരു പഞ്ചായത്തായിട്ട് കൊണ്ടാഴി പഞ്ചായത്ത് മാറിയിരിക്കുക. പിന്നെ എന്ത് വികസനമാണ്? ആ കൊണ്ടാഴി പഞ്ചായത്തിൽ ചേലക്കരയുടെ MLA കൊണ്ടുവന്ന BMPC ഒരു റോഡുണ്ട്, അതൊരു വികസനമാണ് അല്ലേ? അതുപോലെ അവിടെ ആ ചേലക്കരയുടെ MLA കൊണ്ടുവന്ന ഹൈമാസ്റ്റ് ലൈറ്റുകളുണ്ട്. കുത്താമ്പുള്ളി ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന മായന്നൂർ കുത്താമ്പുള്ളി പാലുണ്ട്. അല്ലാതെ അവിടെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായിട്ട് ഒരു വികസനവും അവിടെ ഒരാൾക്കും കാണാൻ കഴിയില്ല. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മായന്നൂരിൽ നിന്ന് കായാമ്പൂത്തുനിന്ന് നമ്മൾ മായന്നൂർക്ക് പോകുമ്പോൾ അവിടെ ഒരു പരത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇതിൻ്റെ മുന്നത്തെ ഭരണസമിതിയിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ശ്രീദേവി ടീച്ചർ കുറച്ച് മിനിമാസ്റ്റ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം 5 വർഷം കഴിഞ്ഞു വന്ന ഒരു ഭരണസമിതി അപ്ഡേറ്റ് ആവണ്ടേ? വീണ്ടും ഇവര് ആ ലൈറ്റിന് സ്വാഭാവികമായിട്ടും അവിടെ ഉയരില്ല, ആ ലൈറ്റ് കൊണ്ട് ആർക്കും അവിടെ ഉപകാരമില്ല എന്നൊരു പ്രതീതി നിലനിൽക്കെ പിന്നീട് വന്ന അതേ UDFൻ്റെ ഭരണസമിതി അതേ ഉയരത്തിലുള്ള അതേ ലൈറ്റ് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കൊണ്ടുവച്ചു. ഇവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളിൽ ഒരു ഭരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവച്ച ലൈറ്റ്, ഈ 2 ലൈറ്റും ഒരുമിച്ച് നിൽക്കുക അവിടെ. ആ ലൈറ്റ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് കുറച്ച് ഉയരമുണ്ടെങ്കിൽ, ഈ ലൈറ്റിന് കുറച്ചും കൂടി ഉയരമുണ്ടെങ്കിൽ അത് ഒരുപാട് ആളുകൾക്ക് കാണാം, അതിലൂടെ ഒരുപാട് മൃഗങ്ങൾ വരുന്നതാണ്, അപ്പം ആ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കാണാം ആ 2 ലൈറ്റും ഒരുപോലെ നിന്ന് കത്തുക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു പണി ചെയ്യുക, എന്നാൽ ആ പഴയ ലൈറ്റ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടാഴി പഞ്ചായത്തിൽ വെളിച്ചമില്ലാത്ത ഒരുപാട് കവലകളുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ആ ലൈറ്റ് അവിടെ രണ്ടും കത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഇവരുടെ ആ ഒരു വികസനത്തിൻ്റെ ആ പഞ്ചായത്തിനോടുള്ള അവിടുത്തെ ജനങ്ങളോടുള്ള ആ ജനങ്ങളുടെ നികുതിപ്പണത്തിനോടുള്ള ഒരു ആ പ്രതിബദ്ധത കാണണമെങ്കിൽ ആ വളവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലൈറ്റ് അവിടെ മറിഞ്ഞ് കിടന്നിട്ട് 6 മാസത്തിൽ മേലെ അവിടെ കിടന്ന് അതിൻ്റെ മേലെ കാട് പിടിച്ചിട്ട് പിന്നീട് ഫോറസ്റ്റുകാർ ആ കാട് വെട്ടിയപ്പോൾ ആ ലൈറ്റ് വീണ്ടും തെളിഞ്ഞു വന്നു. എന്നിട്ട് അതൊന്ന് എടുത്തു വെക്കാൻ പോലും തയ്യാറാവാത്ത ആളുകളാണ് കൊണ്ടാഴി പഞ്ചായത്ത് ഭരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനുള്ള മറുപടി 2 ചോദ്യങ്ങളാണ് കൃത്യമായിട്ട് ചോദിച്ചത്. ലൈഫ് പദ്ധതിയിൽ കൊണ്ടാഴി പഞ്ചായത്തിന് എത്രാം സ്ഥാനമാണ് എന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടായി. രണ്ടാമത് ഈ ലൈറ്റിൻ്റെ കാര്യം. ഈ 2 ചോദ്യങ്ങൾക്കുള്ള മറുപടി UDF പ്രതിനിധിക്ക് പറയാവുന്നതാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 3ാം സ്ഥാനമാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ലൈഫ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കൊത്തിരി വേദനകളുണ്ട്. കേരളം മൊത്തം വാർത്താ മാധ്യമങ്ങളിൽ ഏറ്റവും വലിയ അഴിമതി, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ അഴിമതി ചൂണ്ടിക്കാണിച്ച ഒരു കാലഘട്ടമാണ് ലൈഫ് കാലഘട്ടം. ആ ലൈഫ് കാലഘട്ടത്തിൽ കൊടുക്കേണ്ട വിഹിതങ്ങളൊന്നും ഈ സംസ്ഥാന സർക്കാർ കൊടുക്കാത്തത് കൊണ്ടാണ് വീട് കിട്ടാത്തത്. ആയതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഇവിടെ ഇതിനു മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രയോ വീടുകൾ കൊടുത്തു. അന്ന് ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതി ഇല്ലായിരുന്നു. ഇപ്പോൾ ലൈഫ് അന്വേഷിക്കുന്ന ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ലൈഫ് ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്നുകിൽ പൊന്നാനിയിൽ നിന്നോ അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നോ അല്ലെങ്കിൽ ചേലക്കരയിൽ നിന്നോ ഒരു ബന്ധവുമില്ലാത്ത ആ പ്രദേശത്തെ ആളുകളുമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ആളുകൾ വന്ന് നിങ്ങളുടെ വീട് നോക്കി ഇത് അർഹതയില്ല എന്ന് എഴുതി പോകുന്ന സാഹചര്യമാണ്. അടുത്തൊരു ചോദ്യം ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിനുള്ളൊരു മറുപടി പറയാം. എൻ്റെ സുഹൃത്ത് നൗഫിൽ പറഞ്ഞു, ഈ പരത കായാമ്പുവ റോഡ് 5 വർഷം കൊണ്ട് ഉണ്ടായതല്ല, വർഷങ്ങളായി.
ഒറ്റപ്പാലത്ത് നിന്ന് ചേലക്കര വഴി നമ്മൾ പോകുന്ന ഈ റോഡ് കാലാകാലങ്ങളായിട്ട് ഈ വഴിക്കുള്ളതാ. 17-18 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷം ഇവിടെ ഭരിച്ചിട്ട് അവിടെ വെക്കാൻ പറ്റാത്ത സംവിധാനമാണ് UDF-ന്റെ കാലത്ത് കൊണ്ടുവന്നത്. ഈ 2 ലൈറ്റ് ഒരേ സ്ഥലത്ത് വെച്ചു എന്ന് പറയുന്നത് ഒരു 2 സ്ഥലത്തും ഒരേ സ്ഥലത്തല്ല വെച്ചത്. നമ്മളൊരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നോക്കുന്നു. നമുക്ക് മൃഗശല്യം, മറ്റുള്ള ടേണിംഗ് പോയിന്റുകൾ, അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ട് ലൈറ്റുകൾ വേണ്ടത്. ഞാനിപ്പോൾ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു കാറിൽ പോകുമ്പോൾ പെട്ടെന്ന് മൃഗശല്യം ഉണ്ടാകുന്ന ഭാഗങ്ങളിലാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു സാധനം പിടിപ്പിക്കുന്നത്. ആ ലൊക്കേഷനാണ് പിടിപ്പിച്ചത്. അത് ഒന്നിച്ചല്ല, പല പ്രാവശ്യങ്ങളിൽ പോയി നോക്കി ജനങ്ങളോട് ചോദിച്ച് അവരുടെ ഇഷ്ടത്തിനും കൂടി അനുസരിച്ചിട്ട് പിടിപ്പിച്ചതാണ്. കൃത്യമാണ്. അടുത്ത് NDA പ്രതിനിധികൾക്ക് ചോദിക്കാവുന്നതാണ് ചോദ്യം. LDF പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. 100% സത്യമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നാടിൻ്റെ അവസ്ഥ, പഞ്ചായത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ്. പക്ഷേ 5 വർഷക്കാലം LDF-ഉം UDF-ഉം 5 പ്രതിനിധി അവരുടെ ആൾക്കാരുണ്ടായിട്ട് പോലും ഒരു ശബ്ദവും അവിടെ പ്രതിഷേധ പ്രകടനങ്ങളോ ഒന്നും നടത്താതെ അവർ ഒത്തൊരുമിച്ച് അവിടെ കളിക്കുകയായിരുന്നു. ഈ 5 കൊല്ലത്തെ ഭരണത്തിൻ്റെ എല്ലാ പോരായ്മകളും അതിലൊരു പങ്കാളിത്തം LDF-നും കൂടി ഉണ്ടെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ തടത്തിവളയോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട തടത്തിവളയോട് പറയാനുള്ളത്, എല്ലാം കാഴ്ചവെക്കുകയായിരുന്നു. ഈ കാഴ്ചവെക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ ഭഗവാന്റെ അവിടെ കാഴ്ചവെക്കുന്ന സാധനങ്ങൾ തന്നെ അടിച്ചു മാറ്റുന്ന കാലാണെന്നുള്ളത്. പിന്നെ കാഴ്ച വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വയ്ക്കുക, പിന്നെ നമ്മൾ തന്നെ എടുക്കുന്നു. ഒരു സാധനം അവിടെ നടന്നിട്ടില്ല. ഞങ്ങളുടെ അവിടെ ഈ LDF-നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അതിനുള്ളൊരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സമരം നടത്തിയ ഒരു പ്രസ്ഥാനമാണ് LDF-ഉം. അതുപോലെ LDF-ൻ്റെ നേതൃത്വത്തിലും CPM-ൻ്റെ നേതൃത്വത്തിലും അത് നാട്ടുകാർക്കറിയാം. പല തവണ ഞങ്ങൾ ആ പഞ്ചായത്തിലേക്ക് മാർച്ചും ആ പഞ്ചായത്തിന് മുമ്പിൽ സത്യാഗ്രഹവും ഇരുന്നിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ ആ പഞ്ചായത്തിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളാണ്. ആ പഞ്ചായത്തിലാണ്, കൊണ്ടാഴി പഞ്ചായത്ത് നിങ്ങൾക്കറിയാം, ഒരുപാട് കർഷകരുള്ള ഒരു മലയോര മേഖല എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പഞ്ചായത്തിൽ അവിടെ ഒരു മൂട് കപ്പയിട്ട് കഴിഞ്ഞാൽ പന്നി കുത്തിക്കൊണ്ടുപോകുന്നൊരവസ്ഥയുള്ളത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അനുമതിയുണ്ട് അദ്ദേഹത്തിന് ഒരു കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ വെടിവെച്ച് കൊല്ലാൻ അധികാരമുണ്ടായിരിക്കെ കൊണ്ടാഴി പഞ്ചായത്തിൽ ഒരു പന്നിയെ പോലും ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓർഡർ വാങ്ങാനോ അതിന് മുന്നിൽ നിൽക്കാനോ ആ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാവാത്ത കാരണം നിരവധി കർഷകരാണ്. അല്ല, അതിനെതിരെ LDF എന്താ പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രതിഷേധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വീഡിയോകൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടക്കുന്നുണ്ട്. 3-ാം സ്ഥാനം എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ തെളിവില്ലാതെ പറഞ്ഞതല്ല. ഞങ്ങളെ തെളിവ് ഇപ്പോൾ ഇവിടെ ഹാജരാക്കാൻ തയ്യാറാണ്. അദ്ദേഹം അതുപോലെ ആ 3-ാം സ്ഥാനത്തിൻ്റെ തെളിവും ഇവിടെ ഹാജരാക്കണമെന്ന് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അടുത്ത UDF പ്രതിനിധിക്ക് ചോദിക്കാവുന്നതാണ്. ചോദ്യം ആരുടെ അടുത്താണെന്ന് പറയണം, അതിനുശേഷം നിങ്ങൾ ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് LDF-ൻ്റെ പ്രതിനിധിയായ എൻ്റെ സുഹൃത്ത് ശ്രീ നൗഫലിനാണ് ചോദിക്കേണ്ടത്. വേറൊന്നല്ല, കഴിഞ്ഞ 17.5 വർഷക്കാലം എന്ന് തന്നെ പറയാം, 20 വർഷത്തിൽ 2.5 വർഷക്കാലം ശ്രീദേവി TV ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണം UDF-ൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഗായത്രി പുഴയും ഭാരതപ്പുഴയും ഒക്കെ സംഗമിക്കുന്ന ഒരു തീരമാണ്, അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. കഴിഞ്ഞ 10-17 വർഷക്കാലമായി LDF നേതൃത്വം കൊടുത്ത ഭരണസമിതി അടിസ്ഥാന പ്രശ്നമായ കുടിവെള്ള കാര്യത്തിൽ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് ഇവിടെ ഒന്ന് വ്യക്തമാക്കണം. കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ ഒരു ഫണ്ട് വെച്ചിട്ടുള്ള, അതായത് സഖാവ് UR പ്രദീപ് MLA 1 കോടിയിൽ പരം വാഴാട് കേരേക്കുന്ന് കുടിവെള്ള പദ്ധതി ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അവിടെ ആ ഗായത്രി പുഴയിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം കൊണ്ടുവന്ന് ടാങ്ക് കെട്ടി, കേരേക്കുന്ന് ടാങ്ക് കെട്ടി അവിടെ നിന്ന് ശുദ്ധജലം വിതരണം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആണ് ആ പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. ആ പദ്ധതിയിൽ 1 കോടിയിലധികം രൂപ ചെലവഴിച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ അവസാന ഭാഗത്ത് എല്ലാം കഴിഞ്ഞ് ആ വെള്ളത്തിൻ്റെ ഒരു പഞ്ചായത്തിന് നമുക്കറിയാം പരിമിതിയുണ്ട്. 1 കോടി രൂപയൊന്നും, അല്ലെങ്കിൽ ഒരു 50 ലക്ഷമോ ഇനി പോട്ടെ 25 ലക്ഷമോ വെച്ച് അവിടെ ഇപ്പോഴും കുടിവെള്ള ക്ഷാമം ഇപ്പോൾ നിലവിലില്ല, ഈ വാഴാട് പ്രദേശത്തില്ല.
ഒരു പഞ്ചായത്തിന് ഏതൊരു സാധാരണക്കാർക്കും അറിയാം, ഒരു പഞ്ചായത്തിന് 15 ലക്ഷം രൂപയിൽ മേലെയൊന്നും കുടിവെള്ളത്തിന് ചിലവാക്കിയിട്ട് ഗായത്രി പുഴയിൽ നിന്ന് പമ്പ് വഴി അടിച്ച് ടാങ്കിലേക്ക് എത്തിക്കാനൊന്നും കഴിയില്ല. ആ ഒരു കാര്യം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 ജനപ്രതിനിധികൾ ചെയ്ത കാര്യം അവസാന സമയത്ത് പോയിട്ട് ഒരു കുടം വെച്ചിട്ട് ആ ടാപ്പ് തുറന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് ഞാനാണ് വെള്ളം കൊടുത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ബാക്കി വിവരങ്ങൾ അവിടുത്തെ ആളായ ശ്യാമ് പറയും. ഈ തേക്കിൻകാട് വാഴാട് കുടിവെള്ള പദ്ധതിയാണ് നിലവിൽ അവിടെയൊക്കെ വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വാർഡിൽ ബുദ്ധിമുട്ട്, നമ്മുടെ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കേരവക്കുന്ന് വാഴാട് പ്രദേശം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പ്ലാന്റേഷൻ ഒന്നാങ്കല്ല് മേഖലയിലും ഏറ്റവും കൂടുതൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി അവിടെ ഒരു സ്വാശ്രയ കുടിവെള്ള പദ്ധതി പ്ലാന്റേഷനിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവിടെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കാൻ കാരണം. 1,25,00,000 രൂപ ചെലവിട്ടിട്ടാണ് UR പ്രദീപ് കഴിഞ്ഞ ടൈമിൽ MLA ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ കുടിവെള്ള പദ്ധതി കൊണ്ടുവരികയും അത് ശക്തമായി നടപ്പിലാക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ്. ചോദ്യം അങ്ങോട്ട് തന്നെയാണ്. ബിജു തടത്തിവിള എന്ന എൻ്റെ പ്രിയ സുഹൃത്തിനോട് തന്നെയാണ് ചോദ്യം. നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ കുറേ മേഖലകളെക്കുറിച്ച് പറഞ്ഞു, കൃഷി മേഖലയാണെങ്കിലും കുടിവെള്ള പ്രശ്നമാണെങ്കിലും സാമൂഹ്യക്ഷേമമാണെങ്കിലും. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വികസനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഉയർത്താനുള്ളത്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മുടെ BJPയുടെ പ്രതിനിധി എൻ്റെ സുഹൃത്താണ് സഖാവ് വിജിത്ത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ പ്രതിപക്ഷമല്ല എന്ന് പറയുണ്ടായി. പ്രതിപക്ഷം ഇടതുപക്ഷമാണ്, ഞങ്ങൾ ഭരണപക്ഷമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതൊട്ടും ശരിയായില്ല. ഭരണപക്ഷത്തിരിക്കുന്നവരുടെ അപ്പുറത്ത് ആരോ 1-2 പ്രതിനിധികളായിക്കോട്ടെ, നമ്മളൊക്കെ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷമായി തന്നെ നിലനിൽക്കണം എന്നാണ്. ഇല്ല, ഭരണപക്ഷം എന്ന രീതിയിൽ തന്നെ പറയണം. കാരണം എന്താ അറിയോ, ഈ നമ്മുടെ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന കേരളമാവട്ടെ, അതേപോലെ തന്നെ ചേലക്കരയിൽ MP, MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ LDF തന്നെയാണ്. ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറ്റി 2 പ്രതിനിധികളും പറഞ്ഞതനുസരിച്ചിട്ട് കൊണ്ടാഴിയിലെ കുടിവെള്ളക്ഷാമം ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത്രയും വർഷകാലമായിട്ട് മാറി മാറി ഭരിച്ചു വന്ന ഇവർ ഇത്രയും സംവിധാനം ഇവർക്കുണ്ടായിട്ടും ആ കൊണ്ടാഴിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ യാതൊരു തരത്തിലും സാധിച്ചിട്ടില്ല എന്നൊന്നും ഇപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, കേന്ദ്രത്തിൻ്റെ ജൽജീവൻ മിഷൻ എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുപ്രകാരം കുടിവെള്ളം കൊടുക്കാൻ ഫണ്ട് ധാരാളം വരുന്നുണ്ട്. പക്ഷേ അതുപോലും ഇവർ ഈ കൊണ്ടാഴി പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതൊരു വശം. അപ്പോൾ ഇത്തരത്തിൽ പറയുന്ന ഇപ്പോഴും ഒരു മോഹത്തിലാണ് ഇവർ ചെയ്തു ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ട് ധാരാളം. അവിടെ ഉദ്ഘാടനം, ഇവിടെ ഉദ്ഘാടനം, അതേപോലെ റോഡിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ കേരാകുന്നത്ത് കൂടെ പോകുന്ന ഒരു പ്രധാനമന്ത്രിയുടെ റോഡിൻ്റെ പദ്ധതി ഈ ഇടയ്ക്ക് വന്ന് ഉദ്ഘാടനം ചെയ്തു പോയിരുന്നു. അത് നമ്മുടെ ഇപ്പോൾ പ്രിയപ്പെട്ട MP ആണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അവിടെ ഒരു തരി ടാറ് നിങ്ങൾ വീണിട്ടുണ്ടെന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്താ ടാർ ചെയ്യാതെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത്? ടാറ് ചെയ്യാതെ ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറയുന്നത് MP. ആദ്യം പറയാനുള്ളത് ഈ കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് വിജിത്ത് പറഞ്ഞു കൊണ്ടായിൽ കുടിവെള്ളം ഇല്ലയെന്ന്. ഈ ഇടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ട് നാട്ടിൻപുറത്തൊക്കെ മോദിയുടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് വലിയൊരു കറുപ്പ് പൈപ്പ് ഇട്ടിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾ പോയാൽ മനസ്സിലാവും, പല സ്ഥലത്തും ആ പൈപ്പ് ഇങ്ങനെ മേലൊക്കെ ഇരിക്കണേ. ഇനി മഴവെള്ളം അതിലേക്ക് ചാടിയിട്ട് അത് വെള്ളം അധികമായിട്ട് പോകാനുള്ള ടെക്നോളജി ആണോ എന്ന് നമുക്കറിയില്ല. അല്ല, എല്ലാ ഗ്രാമീണ റോഡും കുത്തിപ്പൊളിച്ചു. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ വെള്ളം വരും എന്ന് പറഞ്ഞിട്ട് സകലമാന ഗ്രാമീണ റോഡും കുത്തിപ്പൊളിച്ച് ഇപ്പം ഞങ്ങൾക്ക് ചേലക്കോട് നിന്ന് വടക്കുംകോണം വരെ പോകണമെങ്കിൽ ആ വണ്ടി പോകുന്ന ആളുകൾ ഓരോ 10 മീറ്ററിലും സ്ലോ ആക്കി അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ. അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ, ഈ ആപ്പയെ ഓടിക്കുന്ന ഓട്ടോറിക്ഷക്കാർ മാസം തോറും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ആപ്പയുടെ ഒരു പിന്നു പോകുന്ന സംഭവമുണ്ട്. 10,700 രൂപ വേണം അതിന്. അത് ചിലവാക്കിക്കൊണ്ടിരിക്കുക. ഈ ഭരിക്കുന്ന അവിടുത്തെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ആ പഞ്ചായത്തോ അവിടെ ആ കോൺക്രീറ്റ് ഒന്ന് അടിച്ചു തരാൻ പോലും പറഞ്ഞിട്ട് അവരും തയ്യാറല്ല. റോഡിന്റെ കാര്യം എന്താ പറഞ്ഞത്? റോഡ് ടാർ ചെയ്യാതെ റോഡ് ഉദ്ഘാടനം ചെയ്യാതെ എങ്ങനെയാണ് റോഡ് ഉദ്ഘാടനം ചെയ്യുക? അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഇവിടെ ഹാജരാക്കണം എന്നാണ് പറയാനുള്ളത്. അതിന് മറുപടി ഞാൻ പറയാം.
പ്ലീസ് ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു മറുപടി കൊടുത്തിട്ട് അവസാനം മറുപടി പറയട്ടെ. ഒന്നാമത് നമ്മുടെ സുഹൃത്ത് വിജിത്ത് കാര്യങ്ങൾ പഠിച്ചു പറയുന്നത് നന്നായിരിക്കും. എനിക്കതാ പറയുന്നത്. കെരകുന്നൂർ വഴി പോകുന്ന റോഡല്ല അത്. ഒന്നാമത്തെ കാര്യം, ആ റോഡ് നമ്മുടെ മുൻ MP രമ്യ ഹരിദാസ് 7 കോടി സംതിങ് രൂപ ചെലവഴിച്ചുകൊണ്ട് ഫണ്ട് വെച്ച റോഡാണ്. അതിനുശേഷം വീണ്ടും തിരഞ്ഞെടുപ്പ് വന്ന് ഇവിടുത്തെ ബഹുമാനപ്പെട്ട MP കെ രാധാകൃഷ്ണൻ ഇവിടുത്തെ MP ആയി. അതിനുശേഷം അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് പ്ലാന്റേഷനിൽ വെച്ച് നടത്തിയത്. നിർമ്മാണ ഉദ്ഘാടനവും ടാർ ചെയ്തിട്ട് ഉദ്ഘാടനം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഒന്ന്. നമ്മൾ പറയുമ്പം എല്ലാ കാര്യങ്ങളും ഞാൻ പറയട്ടെ, പറയുന്നതിന് ഇടയ്ക്ക് പറയല്ലേ വിജിത്തെ, ഞാൻ പറഞ്ഞിട്ട് പറയാം. ഒരു കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ MP രമ്യ ഹരിദാസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ വന്നത്. അതിന് മുമ്പ് തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു, നൗഫൽ പറഞ്ഞു ഹൈമാസ് ലൈറ്റിൻ്റെ കാര്യം. 36 ഹൈമാസ് ലൈറ്റുകളും മിനി ഹൈമാസ് ലൈറ്റുകളും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷ കാലഘട്ടത്തിനുള്ളിലാണ്. അത് വെച്ചിട്ടുള്ളത് ഞാൻ പറയാം, അതിൻ്റെ കണക്ക് തരാം. നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 4 ഐമാക്സ് ലൈറ്റും ബാക്കിയുള്ള മിനി ഐമാക്സ് ലൈറ്റുകളും കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നേരിൽ കാണിച്ചു തരാം. ഇവരെന്താ പറയുക, നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന്. കാണിച്ചു തരാൻ പറ്റിയ ഒരു വികസന പ്രവർത്തനം നിങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ വന്നാൽ മതി. ആ ഗ്രാമപഞ്ചായത്തിൽ 5 വർഷം മുമ്പ്, അപ്പോൾ ഇവിടെ പറയും ഞങ്ങൾ ഇരിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഞങ്ങളത് സമയബന്ധിതമായി വളരെ മനോഹരമായി ഗ്രാമപഞ്ചായത്തിന് ഒരു സമുച്ചയം നിർമ്മിച്ചു. ആർക്ക് വേണ്ടിയാ? പാവപ്പെട്ട വയസ്സായ ആളുകൾ കയറി വന്ന് 3-ാം നിലയിലും 2-ാം നിലയിലും പോകാതെ അവർക്ക് താഴെ തട്ടിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാ. അത് ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്തതാ. കാണിച്ചു തരാം. പോരെ നിങ്ങൾ ചാനലുകാരും ആരൊക്കെ ഒരു മിനിറ്റ് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി പറഞ്ഞിട്ട് പോവാം. അപ്പോൾ MP-യുടെ ഫണ്ട് കൊണ്ട് ആണ് നിർമ്മിച്ചു റോഡ് കൊണ്ടുവന്നു അദ്ദേഹം പറയുന്നുണ്ടായല്ലോ. പക്ഷേ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ മുഴുവനും പ്രധാനമന്ത്രി സഡക് യോജന എന്നാ. അത് ഈ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അതേത് ഫണ്ടാണെന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, അതേത് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഏത് ഫണ്ടിലൂടെയാണ് ഇത് വരുന്നത് എന്നുള്ളത് ആയിക്കോട്ടെ, MP ആണ് ഇത് കൊണ്ടുവരേണ്ടത്, അവർ തന്നെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു ആർജവമുള്ളൊരു പ്രധാനമന്ത്രി ഭരിക്കുന്നത് കൊണ്ട് ഇവരുടെ MP-മാർക്ക് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ട്, കൃത്യമായി വിനിയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഈ പറയുന്ന വീടുകൾ കൊടുത്തു എന്ന് പറയുന്നു, ആവാസ യോജനയുടെ പേരിൽ എത്ര വീട് കൊടുത്തു എന്ന് അന്വേഷിക്കണം. ഈ തരത്തിലുള്ള ഇവരവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. അത് പറ്റാഞ്ഞിട്ട് നേരിട്ട് പ്രധാനമന്ത്രിയുടെ വീടുകൾ കിട്ടാൻ വേണ്ടി നേരിട്ട് മൊബൈൽ ആപ്പ് വഴി എത്ര വീടുകൾ അവിടെ അനുവദിച്ചെന്ന് അന്വേഷിക്കണം. അത്തരത്തിൽ ഇവർ പറയുന്നത് പരാജയത്തെ മറയ്ക്കാൻ. ഇപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞു, വീടിന്റെ പഞ്ചായത്തിന്റെ സമുച്ചയം. ഇത് 2 കൂട്ടർക്കും പങ്കുണ്ട്. അത് പറയാനുള്ള എന്താ അറിയോ, കഴിഞ്ഞ കുറേ കാലങ്ങളായി LDF ആണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ തവണ ഇപ്രാവശ്യം UDF ഭരിക്കുന്നു. ആദ്യത്തെ തവണ LDF ഭരിച്ചപ്പോൾ പഞ്ചായത്ത് വികസിപ്പിക്കുകയാണ് കേട്ടോ. ഇവര് വികസിപ്പിക്കുന്നത് പഞ്ചായത്താണ്, അവര് സ്വന്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഞ്ചായത്ത് ആദ്യത്തെ തവണ മുകളിലേക്ക് കയറ്റി, എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് മുകളിലേക്ക് സൗകര്യം കയറ്റി എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്ത് വികസിപ്പിച്ച്. ആ വികസനം കഴിഞ്ഞപ്പോൾ UDF വന്നിട്ട് ആ പഞ്ചായത്തിനെ എടുത്ത് താഴ്ത്തിയാക്കി. ഇപ്പൊ വീണ്ടും അവർ വികസിപ്പിച്ച്. അങ്ങനെ ഇവര് തമ്മിൽ ഭയങ്കരമായിട്ട് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് മാത്രം. ഈ വിജിത്ത് പറഞ്ഞു, എൻ്റെ സുഹൃത്ത് പറഞ്ഞു അവരവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചപ്പാട് ഇന്ന് കൊണ്ടാഴിയിലെ UDF ഭരണസമിതിക്കില്ല. ആ കാഴ്ചപ്പാട് ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു, ഇന്നതില്ല. അതൊരു കറക്ക് കമ്പനി ആയതുകൊണ്ടാണ് ഇപ്രാവശ്യം 5 വർഷം UDF ജനങ്ങൾക്ക് അംഗീകരിക്കപ്പെട്ട് 8 സീറ്റിൽ UDF-നെ ഭരണത്തിരുത്തിയത്. പിന്നെ ഫസ്റ്റ് തന്നെ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചു, CPM-ൻ്റെ 5 പേര് ഞങ്ങളും കൂടി ബായി കളിക്കാന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, CPM-ൻ്റെ 5 ജനപ്രതിനിധികളും ഇവരുടെ 2 ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇത്രയും നാളായിട്ട് ഒരു വിയോജനക്കുറിപ്പ് എഴുതാൻ ഇവരുടെ ഈ CPM-ൻ്റെ 5 മെമ്പർമാരെ കൊണ്ടും BJP-യുടെ 2 മെമ്പർമാരെ കൊണ്ട് കഴിഞ്ഞോ? ഒന്ന് പറയട്ടെ, ഇവര് ഒരു വിയോജനക്കുറിപ്പ് എഴുതാൻ. എന്താ ഒരു വിയോജനക്കുറിപ്പ് നിങ്ങൾ ഇതുവരെ രേഖപ്പെടുത്താത്തത്? നിങ്ങൾക്ക് 2 ശക്തമായ രീതിയിൽ പല
ഇവർക്കെതിരായിട്ടുള്ള പ്രശ്നത്തിലും വിയോജനക്കുറിപ്പ് എന്ന കൃത്യമായ ചോദ്യമാണ് ആൾ ചോദിച്ചത്. ജനാധിപത്യത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു സംഭവമാണ് അത്. എന്തുകൊണ്ട് നിങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ വിയോജനക്കുറിപ്പ് നടത്തിയിട്ടുമുണ്ട്. അവിടുന്ന് ബഹളം വെച്ച് ഞങ്ങളുടെ മെമ്പർമാർ പുറത്തിറങ്ങി വന്നിട്ട് ഞങ്ങൾ പുറത്ത് ചേലക്കരയുടെ CCV അടക്കമുള്ള ചാനലുകളുടെ മുമ്പിൽ ആ പഞ്ചായത്തിൽ നടക്കുന്ന അനാസ്ഥയെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചു ഈ വിയോജനക്കുറിപ്പ് എഴുതി കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന ചരിത്രം സ്ഥിരമായിട്ട് അവിടെ ഉള്ളതാ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ഒരു വികസനം ചോദിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് നവീകരിച്ചു എന്നാ. എന്തായിരുന്നു അതിന്റെ ആവശ്യം? 58 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ചു എന്ന് പറയുന്ന ഓഫീസ് 58 ലക്ഷം രൂപയുണ്ടെങ്കിൽ 2500 സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇന്ന് സുഖമായിട്ട് പണിയാൻ പറ്റുന്ന സ്ഥലത്ത് ഓഫീസിന്റെ അടിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യത്തെ 4 ടൈലും വിരിച്ച് കുറച്ച് ഫർണിച്ചർ ഫിറ്റിംഗ്സും ചെയ്തു വെച്ചിട്ട് അവിടെ മുഴുവൻ ഇന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ വികസനം അതാണ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാ. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ പുറകോട്ട് പോകാൻ കാരണം എന്താ? പഞ്ചായത്ത് കെട്ടിവെക്കേണ്ട ചില തുകകളുണ്ട്, അത് പഞ്ചായത്ത് തന്നെ കെട്ടണം. അത് കെട്ടിവെച്ചില്ല. SC-കാർക്ക് കിട്ടേണ്ട വീട് അല്ലെങ്കിൽ ജനറൽ വിഭാഗത്തിന് കിട്ടേണ്ട വീട് കെട്ടിവെക്കണം, അത് കെട്ടിവെച്ചിട്ടില്ല. ഞാൻ പറയാം, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് എൻ്റെ സുഹൃത്ത് ശ്യാമു പറഞ്ഞല്ലോ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരിച്ച ആരാ? ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്ന ആരാ? LDF അല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് അവാർഡ് മേടിച്ചത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നടത്തിയ അഴിമതി കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് CPM നിരന്തര വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. കൊണ്ടാഴി പഞ്ചായത്തിലെ ഇടതുപക്ഷം അവിടുത്തെ ഭരണപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. ഈ 58 ലക്ഷത്തിന്റെ കണക്ക് അവതരിപ്പിക്കൂ. ഈ ബിൽഡിംഗ് നിർമ്മിച്ചു, പുനർനിർമ്മിച്ചു, ഇതിന്റെ കൃത്യമായ കണക്ക് അവതരിപ്പിക്കാൻ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കണക്ക് അവതരിപ്പിക്കാതെ? ഇത് കണക്ക് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇത് കണക്ക് അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു പൂര കമ്മിറ്റി ഒന്നും അല്ല. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റിന്റെ ലോക്കൽ ഗവൺമെന്റ് ആണ്. അതിന് ഓഡിറ്റ് ഉണ്ട്, ഓഡിറ്റിങ്ങിന് ആൾക്കാരുണ്ട്. പൂര കമ്മിറ്റി ആണെങ്കിൽ നമുക്കൊരു വീടും പണിത് പൂരം നടത്തി 4 ആനയും കൊടുത്ത് കണക്ക് പറയാം. ഇത് കണക്ക് നമ്മളോട് ചോദിക്കണേ, അതിന് ഓഡിറ്റ് ഉണ്ട്. എവിടെ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. കണക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കണക്കിന് ഞാൻ കണക്കിന്റെ കാര്യത്തിൽ കൃത്യമായ സ്പെസിഫിക് ആണ്. ഒരു ഹൈമാസ് ലൈറ്റ് വെക്കുമ്പോൾ അതിന്റെ കണക്ക് എഴുതി വെക്കുന്നു. എന്തുകൊണ്ട് ഇതിന്റെ കണക്ക് എഴുതി കാണിച്ചു? അതിന്റെ കണക്ക് കൃത്യമായി ആ ഉദ്ഘാടനത്തിന് കല്ലേല് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ കണക്ക് ഹൈമാക്സിന്റെ കണക്ക് എഴുതുമ്പം സിൽക്കിൽ നിന്ന് കൊണ്ടുവരുന്ന വണ്ടി വാടകയും സിൽക്കിൽ നിന്ന് കൊണ്ടുവരുന്ന പണിക്കാരുടെ ലേബറും അവൻ കൊണ്ടുവരുന്ന ചോറിൻ്റെയും ആ കണക്കിലുണ്ടാവും. ഇല്ലല്ലോ. ആകെ തുക എൻ്റെ അവിടെ MP രാധാകൃഷ്ണനും MLA UR പ്രദീപും വെച്ചതിൻ്റെ കണക്കുകൾ ഇന്ന പോസ്റ്റ് കൊണ്ടുവന്നതിൻ്റെ അല്ലെങ്കിൽ വണ്ടിയിൽ കൊണ്ടുവന്നതിൻ്റെ കണക്കൊന്നുമില്ല. അടങ്കൽ തുക അതാണ് ഞാൻ പഠിച്ചേക്കുന്നത്. അടങ്കൽ തുക എത്ര? അതന്നെയാണ് പഞ്ചായത്തിലും, അതന്നെയാണ് ഹൈമാക്സ്. ഹൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒന്നിന് മാത്രമല്ലോ, ഇപ്പൊ UDF കൊടുക്കുന്നതിലും LDF കൊടുക്കുന്നതിലും എല്ലാവരും കൊടുക്കുന്നതിലും ഒരേപോലെ. അല്ല, പഞ്ചായത്തിന്റെ ഒരു മിനിറ്റ്, എന്റെ സുഹൃത്ത് പറഞ്ഞല്ലോ പഞ്ചായത്തിന്റെ വികസനത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചർച്ച അതാണല്ലോ. ചെറിയ കാര്യം, ഈ പഞ്ചായത്ത് നിൽക്കുന്നത് പാറമേൽപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കൊണ്ടാഴി പഞ്ചായത്തിന്റെ ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പഞ്ചായത്ത് നിൽക്കുന്നു, വില്ലേജ് നിൽക്കുന്നു, കൃഷിഭവൻ, അതേപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. അപ്പൊ ചോദിക്കുന്ന ചോദ്യം അതാണ്. അവിടെ നിങ്ങളൊന്ന് വന്ന് നോക്കിയാൽ കാണാം, ഇന്ന് അവിടെ ഓഫീസിലേക്ക് വരുന്ന ആളുകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയുണ്ട്. പഞ്ചായത്തിന്റെ പൊതുജന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ വന്ന സമയത്ത് പറഞ്ഞത് അവർ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുന്ന രീതിയിലാണ് ഇവർ സംസാരിച്ചിരുന്നത്. അതുകൂടാതെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, ജനങ്ങൾക്ക് ബസ് കയറാൻ നിൽക്കുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഒരു 50 വർഷക്കാല പഴക്കമുണ്ടാവും അതിന്. ആ ബസ് സ്റ്റോപ്പ് കണ്ടാൽ അറിയാം ഇത്രയും കാലം കൊണ്ടാഴി പഞ്ചായത്ത് ഭരിച്ച 2 മുന്നണികളുടെയും അവസ്ഥ, വികസനം എന്താണ്. 2 കൂട്ടർക്കും മറുപടി പറയാവുന്നതാണ്. എനിക്ക് മറുപടി പറയാൻ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ, വിജിത്ത് പഞ്ചായത്തിൽ പോയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ പോകാത്തതുകൊണ്ടാണ് അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് അറിയാത്ത. മനസ്സിലായില്ലേ? വിജിത്ത് പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടിയല്ല. ഞാൻ പറയും മറുപടി. വിജിത്ത് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നു.
അല്ലല്ല, ഇപ്പൊ വിജിത്ത് പറഞ്ഞതിന് മറുപടി ഞാൻ പറയുന്നത്. അല്ലല്ല. വിജിത്ത് പറഞ്ഞതിന് മറുപടിയാ പറയുന്നത്. ഞാൻ വിജിത്ത് പറഞ്ഞതിന് മറുപടി പറയട്ടെ. അതിനുള്ള അവസരം വിജിത്ത് പറഞ്ഞതിന് അവസരം ഞാൻ വിജിത്ത് പറയുന്നതിന് മറുപടി പറയട്ടെ. അതാ ഞാൻ പറയുന്നത്. പോകുന്ന നിങ്ങൾ പാറപ്പടിയിൽ ജീവിക്കുന്ന ആളുകളല്ലേ, അവിടെ ഓടുന്ന പച്ചക്കറി കച്ചവടക്കാര്, അല്ലെങ്കിൽ അവിടെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർമാർ, അതേ പോകുന്നവര്, അവിടെ വരാൻ അതിന് പുറത്ത് തന്നെ ടോയ്ലറ്റ് സൗകര്യം കൊണ്ടാഴി പഞ്ചായത്തിലുണ്ട്. അത് ഈ പറയുന്ന പൊതുജനങ്ങൾ മുഴുവൻ പഞ്ചായത്തിൽ പോയിക്കോട്ടെ എന്നാണ് ഇവര് പറയുന്നത്. ഏത് അപ്പൊ പൊതുജനങ്ങൾ ആവശ്യമായി വരുന്നവർക്ക് മറ്റു പഞ്ചായത്തുകളിലുള്ള പോലെ വഴിയോടെ വിശ്രമ കേന്ദ്രങ്ങൾ മറ്റു പഞ്ചായത്തുകളിലുള്ള പോലെ തന്നെ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ എവിടെ? ഇവരുടെ വാഗ്ദാനമായിരുന്നു വരുമ്പോൾ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന്. ആ എവിടെ? വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം നടക്കില്ല. മറുപടി പറയാം. ഞാൻ വിജിത്ത് പറഞ്ഞ മറുപടി കൃത്യമായി പറയാം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഇപ്രാവശ്യം ഭരണത്തിൽ കയറിയതിന് ശേഷം ഇവിടെ ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി ഞങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ ഈ സാധനം സ്പില്ലോവറായി കിടക്കുക. മനസ്സിലാക്കണം, സ്പില്ലോവറായി കിടന്ന പദ്ധതിയെ ഞങ്ങൾ ഈ ഭരണസമിതി കൃത്യമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ NOC മേടിച്ച് കാവിൽ 55 ലക്ഷം രൂപ വെച്ച് ആ പ്രദേശത്ത് ടേക്ക് എ ബ്രേക്കും അതിൻ്റെ സംവിധാനത്തിൻ്റെ അതിൻ്റെ ഇത് ടെൻഡർ കഴിഞ്ഞിരിക്കുക. ടെൻഡർ അന്വേഷിക്കണം. വെറുതെ പറയുന്നതല്ല, ഇവിടെ നിന്ന് പറയുന്ന കാലം കറക്റ്റാ. ഒരു മിനിറ്റ്. ഇവിടെ പ്രിയ സുഹൃത്ത് തടത്തിയോള പറഞ്ഞു നമ്മുടെ ബഹുമാനപ്പെട്ട ആലത്തൂർ MP കുറേ മിനിമാസ്റ്റ് ലൈറ്റ് വെച്ചു എന്ന്. ശരിയാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മാസത്തിൽ കൊണ്ടുപോയിട്ട് എൻ്റെ ഫിഗർ എൻ്റെ തല എന്ന് പറഞ്ഞിട്ട് കുറേ ഹൈമാസ്റ്റ് ലൈറ്റ്, അതായത് അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ ആ കൊണ്ടാഴി പഞ്ചായത്തിൽ ഏതൊരു വികസനത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാലും അവിടെ സഖാവ് കെ രാധാകൃഷ്ണൻ്റെ പേര് കാണും. മായന്നൂർ ഒറ്റപ്പാലം പാലം നോക്കിയാൽ അത് കെ രാധാകൃഷ്ണൻ്റെ പേര് കാണും. കൂട്ടിൽമുക്ക് തടയണ നോക്കിയാൽ അത് കെ രാധാകൃഷ്ണൻ്റെ പേര് കാണും. മായന്നൂർ സ്കൂളിലെ +2 അത് നോക്കിയാൽ കെ രാധാകൃഷ്ണൻ്റെ പേര് കാണും. ആ കൊണ്ടാഴി പഞ്ചായത്തിലെ ആംബുലൻസിലേക്ക് നോക്കിയാൽ UR പ്രദീപിൻ്റെ പേര് കാണും. ആ പാലിയേറ്റീവ് കെയർ ആംബുലൻസിൽ നോക്കിയാൽ അന്ന് പ്രസിഡൻ്റായിട്ടുള്ള പ്രസാദേട്ടൻ്റെ പേര് കാണും. തൊട്ടിപ്പുറത്ത് പുത്താമ്പുള്ളി മായന്നൂർ പാലത്തേക്ക് നോക്കിയാൽ അവിടെ അത് ഫണ്ട് അനുവദിച്ച കെ രാധാകൃഷ്ണനെയും കാണാം. ഇപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ MLA UR പ്രദീപിനെയും കാണാം. BMBC റോഡായാലും കാണാം, ഇപ്പോഴത്തെ നവീകരിച്ച കൊണ്ടായി ആശുപത്രിയാണെങ്കിലും കാണാം. അങ്ങനെ നിരവധി ഗ്രാമീണ റോഡുകൾ ഇപ്പോൾ നിങ്ങൾ ഭരിക്കുന്ന നിങ്ങളുടെ 1-ാം വാർഡ് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ മെമ്പറല്ലേ ശ്രീ മനോജ്, അവിടെ ഏറ്റവും കൊണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ റോഡ് പണിയാൻ ഫണ്ട് വെച്ചത് ചേലക്കരുടെ MLA. രാഷ്ട്രീയം നോക്കിയിട്ടല്ല. തൊട്ടപ്പുറത്ത് രാജേഷിന്റെ കോൺഗ്രസിന്റെ വാർഡിൽ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് കാനയുള്ള റോഡ് നിങ്ങളൊരു മെമ്പറും പണിതിട്ടില്ല. ചേലക്കോട് പണിതിട്ടില്ല. ചേലക്കോടുണ്ടോ? വടക്കുംകോണം ചേലക്കോട് റോഡ് ഇടിഞ്ഞു പോയിട്ട് കിടക്കുകയാ. കുണ്ടും കുഴിയായി കിടക്കുകയാ. പൊട്ടിക്കുന്ന റോഡ് കുണ്ടും കുഴിയായി കിടക്കുകയാ. അതുപോലെ മുത്തങ്ങക്കുണ്ടിലേക്ക് പോകുന്ന റോഡ് കുണ്ടും കുഴിയായി കിടക്കുകയാ. അപ്പോഴാണ് ഈ ഒരു കോൺഗ്രസിന്റെ UDFന്റെ വാർഡ് മെമ്പറുള്ള സ്ഥലത്ത് MLA ഫണ്ട് വെച്ചിട്ട് റോഡ് പണിതിട്ടുള്ളത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആകെ പറയാനുള്ളത് കുമാരി രമ്യ ഹരിദാസിന്റെ ഈ ലൈറ്റ് മാത്രമാണെങ്കിൽ കൊണ്ടാഴിയുടെ വികസനത്തിലെ ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് മായന്നൂർ പാലമാണ്. ആ വികസനമടക്കം കൊണ്ടാഴിയിൽ ഏതൊരു വികസനമായാലും അതിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളാവും ജനപ്രതിനിധികളാവും. ഒരു മിനിറ്റ് കൂടി പറയാം. ഈ 15 വർഷം കൊണ്ടാഴി എന്തുകൊണ്ടാണ് 50 വർഷം ബേക്കിലേക്ക് പോയത് എന്നുകൂടി ചിന്തിച്ചാൽ, ഇത് കൂട്ടി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ കൊണ്ടാഴി 50 വർഷം പിന്നിലേക്ക് പോയത് എന്ന്. എൻ്റെ പ്രിയ സുഹൃത്ത് നൗഫൽ റോഡുകളുടെ കാര്യമാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ 17 കൊല്ലം CPM ആയിരുന്നു ഭരിച്ചിരുന്നത് ഇവിടെ. ഈ ഇരിക്കുന്ന ചേലക്കരയിലുള്ള നിവാസികൾക്കൊക്കെ അറിയാം, ചേലക്കരയ്ക്ക് വരണമെങ്കിൽ 17 കൊല്ലം മുമ്പ് തോണി എടുത്തിട്ട് വേണം വരാൻ, തൊഴുപ്പാടം റോട്ടിലൂടെ വരാൻ. അത് ഈ കൊണ്ടാഴി ഭരണസമിതി വന്നിട്ടാണ് അത് പ്രാബല്യത്തിലാക്കിയത്. ചിറങ്കര നവോദയ ഉള്ളാട്ടുകളം റോഡ് എന്തായിരുന്നു അവിടെ സ്ഥിതി? ഒരു വാഹനം പോകാൻ പറ്റിയിരുന്നു ആ പ്രദേശത്തു കൂടെ? അത് ഈ ഭരണസമിതിയാണ് UDFൻ്റെ ഈ 2020 മുതൽ ഉള്ള ഭരണസമിതി വന്നിട്ടാണ് അവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാ ഉൾറോഡുകളും ഇപ്പോൾ പൊന്നു നോക്കിയാൽ ഒരുവിധം എല്ലാ കോൺക്രീറ്റുകളും ഡ്രെയിനേജുകളുടെയും വർക്ക് നടത്തിയ ഏക പഞ്ചായത്ത് കൊണ്ടാഴി എന്ന് തന്നെ പറയാം. പിന്നെ
ടെൻഡർ വെച്ച് നടപടികൾ കഴിഞ്ഞാൽ ചില റീടാറിങ്ങുകളാണ് നടക്കാത്തത്. ആ റീടാറിങ് മഴ കാരണം മാത്രമാണ് ഇരിക്കുന്നത്. കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ 15 വാർഡുകളിലും റീടാറിങ്ങുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏത് റോഡാണ് നടക്കാത്തത്? ചെറങ്ങര സെൻറ്ററിലൂടെ 2 വണ്ടി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥലത്ത് അവിടെയുള്ള കടക്കാരെ പൊളിച്ചു മാറ്റിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് മറ്റ് പാർട്ടിക്കാരെന്താ പറഞ്ഞത്? ഇത് പൊളിക്കണ്ട, എല്ലായിടത്തിലും പൊളിക്കട്ടെ എന്നാ പറഞ്ഞ്. വികസനം നടത്താൻ തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് UDF. എൻ്റെ പ്രിയ സുഹൃത്ത് ഒരു കാര്യം പറയട്ടെ, സുദേവേട്ടൻ, കൊണ്ടാടിയിൽ ഇങ്ങനെ പൊളിഞ്ഞ റോഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം. കാരണം എന്താ അറിയോ? നിങ്ങളുടെ പ്രസിഡന്റ് കുറച്ച് മാസം മുന്നേ അദ്ദേഹത്തിന്റെ ഓഡിയോ വീഡിയോ ഇവിടെ യൂട്യൂബ് ചാനലിൽ കിടക്കുക, CC ഇവിടെ ചാനലിൽ കിടക്കുക. ഈ പഞ്ചായത്തിലെ ഓടപുളിയായിട്ട് ഒരൊറ്റ റോഡ് പോലും ഇല്ല എന്ന് പറഞ്ഞ അതേ പഞ്ചായത്തിലെ അതേ ഭരണസമിതിയുടെ മെമ്പർ വന്ന് ഇവിടെ പറയുകയാണ് കൊണ്ടാടി പഞ്ചായത്തിലെ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണെന്ന്. സന്തോഷമുണ്ട്. 17 കൊല്ലം LDFിൻ്റെ ഭരണമായിരുന്നു അവിടെ. നിങ്ങളെ കുണ്ടും കുഴിയും ഉണ്ടാക്കി വെച്ചതാണ്, അടച്ചുകൊണ്ടേയിരിക്കുകയാണ് UDF. നിങ്ങളുടെ 5 CPMൻ്റെ മെമ്പർമാരുണ്ടായിരുന്നു, 2 BJPയുടെ മെമ്പർമാരുണ്ടായിരുന്നു. അവിടെ ഭരണസമിതിയിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ബിജു ചോദിച്ചിരുന്നു, ഒരു വിവരാവകാശവും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെ പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മെമ്പർമാരുണ്ടല്ലോ, പറയട്ടെ. നടത്തി എല്ലാവർക്കും തുല്യമായിട്ടാണ് കൊടുത്തിരുന്നത്. ഈ 17 കൊല്ലം കുണ്ടും കുഴിയായി കടന്നതായി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഉള്ളിലുള്ള പഞ്ചായത്തിൻ്റെ ഒരുവിധം റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനി ചില റോഡുകളുടെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്, ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മഴ വരുന്നത് കൊണ്ടാണ് ചെയ്യാൻ സാധിക്കാത്തത്. ഒരു പഞ്ചായത്തിന് പദ്ധതി കഴിഞ്ഞു, അത് അങ്ങനെയല്ലേ നടക്കുള്ളൂ. എത്ര കൊല്ലമായി ഈ MLAയുടെ റോഡ് മായന്നൂർ കായാമ്പൂവം വെച്ചത്? എന്താണ് അവിടുത്തെ അവസ്ഥ? വെള്ളം വന്നുകൊണ്ടേയിരിക്കുക, പൊട്ടിപ്പൊളഞ്ഞ റോഡുകൾ. ഈ ചേലക്കരയിൽ നിന്ന് വരുന്ന റോഡുകൾ എന്താണ്? കായാമ്പൂവം മുതൽ പ്ലാഴി വരെ ആ റോഡിന്റെ അവസ്ഥ ഇവിടെ ആരും കാണാത്തോ? BMBC നിലവാരത്തിൽ 1 കിലോമീറ്റർ റോഡ് പണിയാൻ ഒരു പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല. പ്രിയപ്പെട്ട മെമ്പറെ, ആ റോഡ് നിങ്ങളിപ്പോൾ പറഞ്ഞു വന്നത് ഞങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായത് UDF ഭരിച്ചപ്പോഴാണ് എന്ത് മായന്നൂർ ഒറ്റപ്പാലം പാലം യാഥാർത്ഥ്യമായി എന്നാ. നടക്കാത്തൊരു കാര്യമില്ല, ജനങ്ങൾ കേൾക്കില്ലേ? ഒരു കാര്യം കൂടി പറയട്ടെ, ഇവരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഞാൻ ചേലക്കോട് പ്രസംഗം കേട്ട് നിൽക്കുക. എന്തൊക്കെ അവകാശവാദങ്ങൾ എന്നറിയോ? ആലത്തൂർ പ്രാഴി സംസ്ഥാന പാത, കുത്താമ്പള്ളി മായന്നൂർ പാലം, ഇതൊക്കെയാണ് അവകാശവാദങ്ങൾ. ഇപ്പോൾ റോഡുകളെ കുറിച്ചിട്ടാണല്ലോ ചർച്ച. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ല എന്ന് ബഹുമാനായ തടത്തിയോടെ പറയണ്ടായി. അതിനെ കട്ട് ചെയ്തിട്ട് ഇടതുപക്ഷത്തിൻ്റെ MLA MP എന്നിവരുണ്ടാവുക കാരണം കൊണ്ട് റോഡുകളെല്ലാം ഒരുപാട് റോഡുകൾ അനുവദിച്ചു, പാലങ്ങൾ അനുവദിച്ചു, ഒട്ടനവധി നൗഫലും ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ പറയുന്ന റോഡ് ഉള്ളാട്ടുകളം റോഡ് ടാർ ചെയ്ത ഉടനെ 3 ദിവസത്തിനുള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ട് അവിടെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധവുമായിട്ട് ചെല്ലേണ്ടി വന്നു. ആ പരിപാടി രണ്ടാമത് റീടാറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ ടാർ ചെയ്യുന്നു എന്ന് പറയുന്നത് മോള് കൂടെ 2 പൗഡർ വിരിച്ച് പോവുകയാണ്. ഇങ്ങനെയുള്ള പദ്ധതികളാണ് കൊണ്ടാടി പഞ്ചായത്തിൽ നടക്കുന്നത്. ആരോടാ ചോദിക്കുന്നത്? ചോദ്യം ഈ 2 കക്ഷികളോടാണ്, പ്രത്യേകിച്ച് ബിജു തടത്തിയോടാണ്. ഓക്കെ, മറുപടി പറയാം. എൻ്റെ പ്രിയ സുഹൃത്ത്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ പണികൾ മൊത്തം തീർത്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും വാസ്തവവിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഇവ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇനിയും കൊണ്ടാഴിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യയിലും ഇല്ല, മോദി ഭരിക്കുന്ന ഇന്ത്യയിലും ഇല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിലും ഇല്ല. എല്ലായിടവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുണ്ട്. പക്ഷേ ഞാൻ മറുപടി പറയാം. എനിക്കുള്ള അവസരം എന്താ? ഞാൻ മറുപടി പറയാം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളില്ല എന്നല്ല പറഞ്ഞത്. ഒരു 5 വർഷം കൊണ്ട് ഞാൻ നൗഫലിൽ നിന്ന് തുടങ്ങുക. നൗഫലെ പെട്ടെന്ന് പറയാം. നമുക്ക് വികസന പ്രവർത്തനം നടത്തണമല്ലോ. ഏറ്റവും കൂടുതൽ ഈ 5 വർഷം കൊണ്ട് നമുക്ക് ഫണ്ടുകൾ തന്ന് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ച ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരല്ലാതെ വേറെ ഒരു സംവിധാനം പോലും ഈ രാജ്യത്ത് വന്നിട്ടില്ല. 3 കോടിയിൽ പരം രൂപ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഈ കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യം അവർ അലോട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് വെറും
ഒരു മാസത്തിനുള്ളിൽ അതിനെ വെറും 65 ലക്ഷമാക്കി വെട്ടിച്ചുരുക്കി. ഞങ്ങളെന്താ മണൽപ്പൊടിക്കാരൻ്റെ സ്വപ്നമാവുക? ജനങ്ങളുടെ ഇടയിൽ പറയുകയാണ് നിങ്ങൾക്ക് റോഡ് തരാം, നിങ്ങൾക്ക് വെള്ളം തരാം, പക്ഷേ നമുക്ക് ഏറ്റവും കുറച്ച് തനത് ഫണ്ട് ഏറ്റവും കുറവുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ആ ഗ്രാമപഞ്ചായത്ത് വളരെ ഏറെ മുന്നിലെത്തിക്കൊണ്ട് ജനങ്ങൾക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണസമിതിയാണ്. ഒരു മിനിറ്റ് അതെ, ഇതിനൊരു മറുപടി പറയട്ടെ. അല്ല അദ്ദേഹം പറഞ്ഞു വന്നത് അതിലൊരു മറുപടി പറയട്ടെ. തനത് ഫണ്ടിന്റെ കേസാണ് പറഞ്ഞത്. ഇപ്പോൾ അതിലെനിക്ക് കുറച്ച് കാര്യം പറയാം. അപ്പോൾ നമ്മുടെ തനത് ഫണ്ടില്ലാത്ത അത് സമ്മതിച്ചല്ലോ, കൊണ്ടാഴി പഞ്ചായത്ത് തനത് ഫണ്ട് ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. നമ്മുടെ തനത് ഫണ്ട് ഉണ്ടാക്കുന്നത് എങ്ങനെ? അപ്പോൾ കുറവ്. അപ്പോൾ കുറവിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? ആർജവം വേണം. ആർജവമുള്ള പഞ്ചായത്ത് ഭരണസമിതി വേണം, അതിനുള്ള സംവിധാനം വേണം. അപ്പോൾ ആരുടെ പരാജയമാണ്? അവരുടെ തന്നെ പരാജയമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ തനത് ഫണ്ടിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച ഒരു ആശയം ഉണ്ടായിരുന്നു. നമ്മുടെ മായന്നൂർ പ്രദേശങ്ങളിൽ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നല്ല വാല്യൂ ഉള്ള സ്ഥലങ്ങളാണ്. അതിൽ ഇവർ വരുമ്പോൾ പറഞ്ഞിരുന്നു ടൂറിസം പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ടൂറിസം പോയിട്ട് തോണി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടാഴിയിൽ ഉണ്ടായിട്ട് തന്നെ അതൊന്നും നടപ്പിലാക്കാനോ അതിന് വേണ്ട ആർജവവും ഇല്ലാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി സ്വയമായിട്ട് പറയാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ തനത് ഫണ്ട് കുറവാണ്. ഞാൻ മറുപടി കൊടുക്കാം. ഇപ്പൊ വിജിത്ത് പറഞ്ഞല്ലോ, വിജിത്ത് എന്താ പറഞ്ഞത്? ഒരു എല്ലാത്തിനും പരിമിതിയുണ്ട്. തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്താ? തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും 100 ചില്ലറ ചെറുകിട കുടുംബശ്രീ പദ്ധതികളും നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട് കൊണ്ടാഴി പഞ്ചായത്തിൽ. തെളിവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനിയുണ്ട്. നമുക്ക് 5 വർഷം കൊണ്ട് ന്യായമായ രീതിയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, കെട്ടിടങ്ങളാണെങ്കിലും മറ്റുള്ള സംവിധാനങ്ങളാണെങ്കിലും അവയെല്ലാം ഇപ്പോൾ 5 വർഷം കൊണ്ട് നിങ്ങൾ വിവരാവകാശം കൊടുത്താൽ കഴിഞ്ഞ 2020, 15, 20 3 മാസം കൊണ്ട് 58 ലക്ഷം രൂപയ്ക്ക് പഞ്ചായത്ത് വികസിപ്പിക്കാൻ സാധിക്കുന്ന ഇവർക്ക് 5 വർഷക്കാലം കിട്ടിയിട്ട് തനത് ഫണ്ട് കൂട്ടാൻ ഒരു സംവിധാനം തനത് ഫണ്ട് കൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും ഒരു ചെറിയ ഒരു ഗ്രാമപഞ്ചായത്തില് മറുപടി പറയാൻ അവസരം തരണം. പറയാം. തനത് ഫണ്ടിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, ഈ മുണ്ട് മുറുക്കിയെടുത്ത് ജീവിക്കാന്നൊക്കെ അല്ലേ? ഈ മുണ്ട് മുറുക്കിയെടുത്ത് തനത് ഫണ്ട് ഇല്ലാതെ അവര് 60 ലക്ഷം രൂപത്തോളം മുടക്കിയിട്ട് ആ ഓഫീസ് വിപുലീകരിച്ചു. ഫണ്ടില്ലേ? ഈ 72 കോടി കേരള സർക്കാരിന്റെ ഫണ്ടുകൾ ആ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നിട്ട് ഇവരുടെ കെടുകാര്യസ്ഥത കാരണം ഒരു പകുതിയേറെ ഫണ്ട് ലാപ്സായി പോയി. അതാണ് സത്യം. പറയട്ടെ തനത് ഫണ്ട് എങ്ങനെ കൂടും? ആ ഒരു സ്റ്റേഡിയത്തിന് 50 ലക്ഷം രൂപ ചേലക്കരയുടെ MLA പ്രദീപേട്ടൻ വെച്ചിട്ട് ആ കൊണ്ടാഴിയിലെ യുവാക്കൾക്ക് കളിക്കാൻ കൊണ്ടാടിയിലെ യുവാക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ട് അതിലെ മണ്ണ് മാറ്റാൻ കഴിയാത്ത ഞങ്ങൾ അവിടെ നിരാഹാര സമരം കിടന്നിട്ടാണ് 10-12 ദിവസം ആ പഞ്ചായത്തിന്റെ മുന്നിൽ നിരാഹാരം കിടന്നിട്ടാണ് ആ മണ്ണ് മാറ്റാൻ വരെ നിങ്ങൾ തയ്യാറായത്. ആ മണ്ണ് മാറ്റാൻ തയ്യാറായത് മാത്രമല്ല ആ മണ്ണില് അതിനുവേണ്ടി നടത്തിയ ആളുകളാണ് നിങ്ങൾ. സത്യമാണത്, സത്യമാണ്. ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് നൗഫിൽ പറഞ്ഞു, ഇനി ഇവരുടെ ആരെങ്കിലും ജയിച്ചു വന്ന ആ പഞ്ചായത്തിലെ മെമ്പറായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കില്ലല്ലോ. അഴിമതി, ആ അഹങ്കാരം കൊണ്ടും ദൂരത്തിന്റെ ഒരു പഞ്ചായത്താന്നല്ലേ ഇവർ പറയുന്നത്. 2 കൂട്ടരും ഇവരാരും ഇരിക്കത്തില്ല അവിടെ കയറി. കേറില്ലേ? മറുപടി ഒപ്പം കൊടുക്കണം. പിന്നെ നാളെ കൊടുത്തില്ല എന്ന് പറയരുത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തില് 50 ലക്ഷം രൂപ കൊടുത്ത് അവിടെ നല്ല ഒരു പഞ്ചായത്തിന്റെ സമുച്ചയം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തപ്പോ ആരാ ഉദ്ഘാടനം ചെയ്തത്?
ഇവിടുത്തെ അധ്യക്ഷനായിരുന്നത് ഇവിടുത്തെ MLA യു ആർ പ്രദീപ് എന്താ പറഞ്ഞത്? എൻ്റെ നിയോജക മണ്ഡലത്തിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഗ്രാമപഞ്ചായത്തായിട്ടാണ് ചെറങ്കരയില് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പറയാണ് ഇത്രയും മോശം ഒരു പഞ്ചായത്ത് കോർപ്പറേറ്റീവാ വിശിഷ്ടാതിഥിയായിരുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥിയായിരുന്ന MP കെ രാധാകൃഷ്ണൻ പറഞ്ഞു ഇത്രയും നല്ല മനോഹരമായ ഒരു പഞ്ചായത്ത് ഓഫീസ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ ഏറ്റവും നല്ല ഒരു ഗ്രാമപഞ്ചായത്ത് ഇപ്പോ പറഞ്ഞ കാര്യത്തിന് ഇദ്ദേഹം പ്രതിനിധിയോട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക എന്ന് പറഞ്ഞു. ഈ റോഡ് റീടാറിങ് ചെയ്ത റോഡുകൾ കൊടുന്നിട്ട് കംപ്ലീറ്റ് ജലജീവന്റെ ഈ കണക്ഷന് വേണ്ടി പൈപ്പും കൊടുന്ന് പൊളിച്ചിട്ടിട്ട് അവരുടെ ടെൻഡർ ഉൾപ്പെടുന്നതാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. അവർക്ക് ഫണ്ട് കിട്ടാത്തതുകൊണ്ടാണ് സകല റോഡും പൊളിച്ചിട്ട് പോയത്. ഒരു കാര്യം പറയട്ടെ, എല്ലാ റോഡ് സൈഡിലും റോഡ് പൊളിച്ചിട്ടുണ്ട്, സമ്മതിച്ചോ, റോഡ് പൊളിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് പഞ്ചായത്തിലൊക്കെ അത് അടച്ചിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തിലൊക്കെ അടച്ചിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്തില് ജലജീവൻ മിഷന്റെ വർക്ക് പോലും അവരെടുത്തിട്ടില്ല. പഞ്ചായത്തില് ഏതെങ്കിലും ഒരു റോഡിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒറ്റ ചോദ്യം പഞ്ചായത്തിന്റെ ഫണ്ട് സുധേവേട്ടനോട് ഒറ്റ ചോദ്യം. ഈ പഞ്ചായത്തില് കൊണ്ടാഴി പഞ്ചായത്തിൽ ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ച ഒന്ന് മൈക്ക് കൊടുക്കണേ, ആൾ ഉത്തരം പറയട്ടെ. പൊളിച്ച ഏതെങ്കിലും ഒരു റോഡിന്റെ 1 മീറ്റർ നീളം ഈ പഞ്ചായത്ത് ഞാൻ പറയാം. ഇവിടെ പ്രിയ സുഹൃത്ത് പറഞ്ഞത് ജൽജീവൻ പൊളിച്ചു എന്നാ. ഞാൻ നേരത്തെ ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് മോദിയുടെ വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടും മോദിയുടെ ജൽജീവൻ പറഞ്ഞു. ഈ പ്രദേശത്ത് പൈപ്പ് ഇട്ടിട്ട് ഇന്ന് എന്തുകൊണ്ടാണ് വരാത്തത്? വെള്ളം എന്തുകൊണ്ടാണ് വരാത്തത്? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പിടിവെക്കല്ലേ, പറയട്ടെ, ഞാൻ മൊത്തം പറയട്ടെ. എന്താ വരാത്തത്? എന്തുകൊണ്ട് ഇവർ ഇപ്പം നൗഫിൽ പറഞ്ഞല്ലോ 1 മീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്ന്. എടുക്കുന്ന കരാറുകാരൻ്റെ എസ്റ്റിമേറ്റിൽ പൊളിക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുള്ള ആ നോംസോട് കൂടിയിട്ടാണ് TS കൊടുക്കുന്നത്. അത് ചെയ്യേണ്ടത് ആരാ? ഇവരാരെങ്കിലും ഏതെങ്കിലും ഇപ്പം എൻ്റെ സുഹൃത്ത് മോദിയുടെ എന്ന് പറഞ്ഞു ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഒരു ലോക്കൽ ഗവൺമെന്റിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ വന്നിട്ട് പറയാണ് പഞ്ചായത്തിലെ ഏതൊരു കാര്യത്തിനും അനുവാദം അനുവാദം കൊടുക്കണം. ഇതിലിപ്പോ 2 സുഹൃത്തുക്കളോടും കൂടി പറയാനുള്ള നേരത്തെ ചോദിച്ച ചോദ്യത്തിനും കൂടി ഉത്തരം ഉണ്ടല്ലോ. മറുപടി പറയുന്ന എന്താ ഈ ജൽജീവൻ മിഷൻ അതിപ്പോ പറഞ്ഞു എന്തായാലും കേന്ദ്രത്തിന്റെ വെള്ളത്തിന് വേണ്ടിയുള്ള പദ്ധതി ജൽജീവൻ മിഷൻ ആണ് ഇവർ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി നടപ്പിലാക്കാൻ മോദിയുടെ മാത്രമാക്കണ്ട, ജനങ്ങൾക്ക് വേണ്ടി അല്ലല്ല പറയട്ടെ. പദ്ധതി എംപിയുടെ പദ്ധതി പറയാമെങ്കിൽ മോദിയുടെ പദ്ധതിയും പറയാം. ഈ കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ നിങ്ങൾ ചെയ്യുന്ന റോഡ് മുഴുവൻ മോദിയുടെ പദ്ധതികളാണ്. അതേപോലെ തന്നെ ഞാൻ പറയട്ടെ അതായത് റോഡ് ഇപ്പൊ പറഞ്ഞ് റോഡ് പൊളിച്ചു. കേന്ദ്ര പദ്ധതിയിൽ ഇവർ വെള്ളം കൊടുക്കാൻ വേണ്ടി റോഡുകൾ പൊളിച്ചെങ്കിൽ ഇതിന്റെ
ഈ റോഡ് നേരാക്കി കൊടുക്കേണ്ടത് ആര്? അല്ല, റോഡ് നേരാക്കി കൊടുക്കേണ്ടത് ആര്? അതൊരു ചോദ്യം. രണ്ട് ഈ വെള്ളം എത്തിയതിനു ശേഷം ഒരു മിനിറ്റ് പറയട്ടെ. ഈ വെള്ളം എത്തി, വെള്ളം കിട്ടുന്നില്ല, കാറ്റാണ് വരുന്നത് പറയുന്നുണ്ട്. ഈ കാറ്റ് ഉണ്ടാക്കുന്നത് ആരാ? ഒരു മിനിറ്റ്. കേരള വാട്ടർ അതോറിറ്റിയാണ് ഇതിന്റെ അവകാശികൾ. ഈ കാറ്റ് വിടുന്നത് ഈ കേരള വാട്ടർ അതോറിറ്റിയാണ്. അപ്പൊ ഇതിൽ പണം പിരിക്കുന്നതും കേരള വാട്ടർ അതോറിറ്റിയാണ്. കൃത്യമാണ്. ഇനി അടുത്തത് ഗ്രാമപഞ്ചായത്ത് വരെ ഈ പദ്ധതിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പോലും ഈ ജൽജീവൻ പദ്ധതിക്ക് ഫണ്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഒരാളുടെ നോക്കണ്ട. അടുത്ത മാധ്യമപ്രവർത്തകർ ചോദിക്കാം. അതിൻ്റെയും കൂടി കൂട്ടിയിട്ടുള്ള ഉത്തരം അടുത്ത റൗണ്ടിൽ എല്ലാവരും പറഞ്ഞാൽ മതി. എനിക്ക് ചില പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് സ്റ്റാൻലി കെ സാമുവൽ, മംഗളത്തിൻ്റെ ലേഖകനാണ്. പ്രസ് ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ളത്, കൊണ്ടാഴിയിലെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമായി കേരളക്കുന്ന് നിവാസികളിൽ വെള്ളമില്ല എന്നുള്ളത് കാലങ്ങളായിട്ട് നിൽക്കുന്ന പ്രശ്നമാണ്. അത് ഇതുവരെയായിട്ടും പരിഹരിക്കാൻ കഴിയുന്നില്ല. ആഴ്ചയിൽ 1000 രൂപയ്ക്ക് മുകളിലാണ് കേരളക്കുന്ന് നിവാസികൾ വെള്ളം സ്വകാര്യമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ടുള്ള സത്യമാണ്. പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരോട് പോലും പലപ്പോഴായി ഇത് അവതരിപ്പിക്കാറുള്ള കാര്യമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ച കൊണ്ടാഴി ഭരണസമിതിയോടും അതുപോലെ പതിറ്റാണ്ടുകൾ ഭരിച്ച ഇതിനു മുന്നേ ഭരിച്ച LDFിനോടാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം. ഈ കുടിവെള്ളം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം മുന്നേ സാധിച്ചിട്ടുണ്ടോ? അതിന് മുന്നോടിയായി ഭരിച്ച പാർട്ടിക്ക് എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. അതുപോലെ തന്നെ കുടിവെള്ളം ലഭിക്കുന്നതിന് പഞ്ചായത്തിലെ പ്രതിപക്ഷമായ BJPക്ക് നിങ്ങൾക്ക് എന്ത് ഇടപെടലാണ് ഇതുവരെ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? അതുകൂടെ പറയണം. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത്, പാലക്കാട് തൃശ്ശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് മായന്നൂർ പാലം എന്ന് പറയുന്നത്. വലിയൊരു ടൂറിസം സാധ്യതയാണ് മായന്നൂർ പാലത്തിന് ചുറ്റും സമീപ പ്രദേശത്തും ആയിട്ടുള്ളത്. ഈ ടൂറിസം സാധ്യതയെ പ്രയോജനപ്പെടുന്ന തരത്തിൽ കൊണ്ടാഴി പഞ്ചായത്തിന് എന്തെങ്കിലും ഒരു നടപടി അതിന് മുന്നോടി പ്രാരംഭ നടപടികൾ കൈക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? മായന്നൂർ പാലം വന്ന യാഥാർത്ഥ്യമായിട്ട് 20 വർഷത്തിലേറെയായി. അതിന് മുന്നേയുള്ള ഭരണസമിതിയും ഇതിന് 2 കൂട്ടരും ഇതിന് മറുപടി ചോദ്യം ഞാൻ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന വ്യക്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഞാൻ പറയാം. ആദ്യം തന്നെ പറയാം. രണ്ടുപേരും മറുപടി പറയണം. ഞാൻ പറഞ്ഞിട്ട് അവർ പറയട്ടെ. ഞാൻ പറയാം. ഇപ്പോൾ കേരകക്കുന്ന് വാഴാട്, അതിൻ്റെ ആദ്യത്തെ പേര് തേക്കുംകാട് വാഴാട് ശുദ്ധജല കുടിവെള്ള പദ്ധതി എന്നാണ്. അത് MP താമിയാണ് കൊണ്ടുവന്നത്. MP താമി ചേലക്കരയുടെ MLA ആയിരിക്കുമ്പോൾ തേക്കുംകാട് നിവാസികൾ മുതൽ 8, 7, അന്നത്തെ 12, ഇപ്പോഴത്തെ 11, അങ്ങനെ 5, 6 വാർഡുകൾക്ക് വേണ്ടി ഒരു വലിയ ഒരു സംവിധാനമായിട്ട് കൊണ്ടുവന്നതാണ് MP താമി തേക്കുംകാട് വാഴാട് ശുദ്ധജല പദ്ധതി. ആ ശുദ്ധജല പദ്ധതിയിൽ വെച്ചതിന് ശേഷം എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു, MLA 1 കോടി രൂപ വെച്ചു. 1 കോടി രൂപ വെച്ച് ടാങ്ക് അടക്കാൻ പറഞ്ഞേ. ഒരു ടാങ്കും അവിടെ പറഞ്ഞിട്ടില്ല. കേരളത്തില്ല. അതല്ല, ടാങ്ക് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏത് ചാനലുകാർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു, ഏത് ചാനലുകാർ വേണമെങ്കിലും നാളെ വന്നിട്ട് ആ പടുത്ത ടാങ്ക് ഒന്ന് കാണിക്കാൻ പറ്റും എന്നെ? ഒരു മിനിറ്റ് പറയാം. അത് ഏറ്റെടുത്തുകൊണ്ട് കൃത്യമായി അതിന്റെ ഇടപെടലും സംസാരിച്ച് കൃത്യമായി വെച്ചു കൊടുത്തു. 2 കൂട്ടരോടും ഈ ഭരണസമിതിയുടെ UDF ഭരണസമിതിയുടെ കാലത്ത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കേരകക്കുന്ന് വാഴാട് പ്രദേശത്തുള്ളവർക്ക് 2 വർഷം മുമ്പ് വരെ സ്ഥിരമായി ലോറി വെള്ളം അടിച്ചുകൊണ്ടിരുന്ന കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലോറി വെള്ളം അടിക്കേണ്ട വന്നിട്ടില്ല. മറുപടി പറയട്ടെ. പ്രിയ സുഹൃത്ത് മാധ്യമപ്രവർത്തകർ പറയട്ടെ. അവിടെ വെള്ളം കിട്ടി. ഒരു മറുപടി പറയട്ടെ. എവിടെ
ഒരു മറുപടി ഇഷ്ടംപോലെ വെള്ളം കിട്ടി. ഒരു പ്രശ്നവുമില്ല. മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ മറുപടി പറയട്ടെ. പിന്നെ ഒരു ഒരു കാര്യം, മിനിറ്റ്. ഒരു കാര്യം. അതെ, ഒരു മോട്ടറൊക്കെ കേട് വരും. ഈ സംസാരിക്കുന്നത് ഞാനും കേട് വരും, എല്ലാവരും കേട് വരും. ഈ മോട്ടർ കയറി വന്നിട്ട് 4 ദിവസം വെള്ളം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടോ? ആ പദ്ധതി നടക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് പറയട്ടെ. മറുപടി പറയട്ടെ. ഒരു മിനിറ്റ് മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ. പ്രിയ സുഹൃത്ത് നിങ്ങളുടെ പ്രതിനിധി പറയട്ടെ, മറുപടി പറയട്ടെ. പ്രിയ സുഹൃത്ത് മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം പറഞ്ഞു അവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നമുണ്ട് എന്ന്. അദ്ദേഹത്തിനോട് ഞങ്ങൾക്ക് സ്നേഹപുരസ്സരം പറയാനുള്ളത് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ സത്യം ജനങ്ങൾ അറിയണം. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരണം, അവിടെ ചോദിക്കണം, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കണം. ഇല്ല എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ നേരെ കൊണ്ടാഴി പഞ്ചായത്തിലേക്ക് പോകണം, ഒരു വിവരാവകാശം വെക്കണം. ഈ വാഴാട് കുടിവെള്ള പദ്ധതിക്ക് പഞ്ചായത്തിന്റെ എത്ര രൂപ എന്ന് ഒരു വിവരാവകാശം മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയക്കാർ വേണ്ട, മാധ്യമപ്രവർത്തകൻ കൊടുക്കണം. സത്യം അറിയാം ആരാണ് അതിന് ഫണ്ട് വെച്ചതെന്നും, ചേലക്കരയുടെ MLA ആണ് അതിന് ഫണ്ട് വെച്ചതെന്നും, പിന്നീട് വന്ന സഖാവ് കെ രാധാകൃഷ്ണൻ സത്യം നിങ്ങൾക്ക് വിവരാവകാശത്തിലൂടെ കിട്ടും. പറയണ്ട. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഈ കേരളം എന്ന സംസ്ഥാനത്ത് കൊണ്ടാഴി പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയ ഒരു ഭരണസമിതിയാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത്. പറയട്ടെ ഫിറ്റ്നസ് സെന്റർ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്ന ഒരു മിനിറ്റ്, നിങ്ങൾ സംയമനം പാലിക്കണം. രണ്ടുപേരോടും അതായത് ബഹളം കൂട്ടരുത്. ഈ പറയുന്ന അതെ ഒരു മിനിറ്റ് ഇതില് ഈ പറയുന്ന ഒരു മിനിറ്റ് പറയട്ടെ. പൊതുകാര്യം ഞാൻ പറയട്ടെ. ഒറ്റ മിനിറ്റ് പൊതുകാര്യം. നിങ്ങളിപ്പോ ഒരു മിനിറ്റ് ഞാൻ പറയാം. ഒറ്റ മിനിറ്റ്. നിങ്ങൾ ഇത്ര നേരം പറഞ്ഞില്ലേ, ഒരു മിനിറ്റ്. ഇപ്പോ ഏകദേശം ഈ പറയുന്ന നമ്മളെ കേൾക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കൊണ്ടാഴിയിൽ കുടിവെള്ളക്ഷാമം ഉണ്ട്. അത് 100% ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഭരണസമിതി മാറി വരുന്ന ഭരണസമിതി ഈ പറയുന്ന ഫണ്ടുകളെല്ലാം ഫണ്ട് വെച്ചു എന്നല്ലാതെ ഒരു മിനിറ്റ് സുഹൃത്തായ പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞ തവണ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് മറുപടി പറയാനുള്ള അവസരം ഓരോ വെയിറ്റ് ആർക്കും കേൾക്കില്ല. വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അടുത്ത ചോദ്യം ചോദിക്കുക, അതിൻ്റെ കൂടെ ഉത്തരം പറയും. ബഹളം ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ജനാധിപത്യ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഒന്നും നടക്കില്ല. മറുപടി പറയാനുള്ളത് കൃത്യമായിട്ട് പറയാം. ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആര് പറഞ്ഞാൽ ആർക്കും കേൾക്കില്ല. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ പറയാനുള്ള വേദിയാണ്, അവിടെ കൃത്യമായിട്ട് പറയാം. ചോദ്യം ചോദിക്കുക. വെയിറ്റ് ഇരിക്കും. പ്രിയമുള്ളവരെ, ഇരിക്കും. ഞാൻ ചേലക്കര പ്രസ് ക്ലബിലെ എക്സ്പ്രസ് എന്ന പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, റിപ്പോർട്ടറാണ്. എനിക്ക് ചോദിക്കാനുള്ള 3 പേരോട് കൂടിയാണ്. നമ്മുടെ വലിയ വികസനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടാഴി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും കൂടി വരികയാണെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന് വളരെ ഗുണകരമാകും. മാത്രമല്ല ഇപ്പോൾ കുത്താമ്പുള്ളിയിൽ നിന്നുള്ള റോഡും അതോടൊപ്പം തന്നെ നമ്മുടെ ഒറ്റപ്പാലത്തു നിന്ന് വരുന്നതും ചേലക്കരയിൽ നിന്ന് വരുന്ന ബസ്സുകളൊക്കെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടിടുകയാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സും അതോടൊപ്പം തന്നെ ഒരു ബസ് സ്റ്റാൻഡും വന്നു കഴിഞ്ഞാൽ അത് വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരോടാ ചോദിക്കണം? ചോദ്യം ആരോടാണ്? 3 പേരോടും.
അതെ, ചെറിയ കുറച്ച് സമയമെടുത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം പറയാം. ഒരു മിനിറ്റ് പറഞ്ഞു വരും. നമ്മൾ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം. നല്ലൊരു ബസ് സ്റ്റാൻഡ് അവിടെ പണിയാൻ നമ്മൾ ഫണ്ടെല്ലാം വെച്ച് കൃത്യമായി കൈകാര്യം ചെയ്തതാണ്. PWDയുടെ അളവ് വന്നപ്പോൾ അവിടെ ബസ് സ്റ്റാൻഡ് പണിയാൻ സാധിക്കില്ല എന്ന് പറയുകയും അവർ NOC തരാത്തതിൻ്റെ ഭാഗമായിട്ട് ആ ഫണ്ട് നമ്മൾ വേറെ ഒരു വക മാറ്റി ചെലവഴിക്കുകയാണ് ചെയ്തത്. അതെന്റെ പ്രശ്നം ഫുള്ള് വകമാറ്റിലാണ് കൊണ്ടാടി പഞ്ചായത്തിൽ. മറുപടി പറയട്ടെ. അതെ, ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ കൊണ്ടാഴിയിൽ സൗകര്യമില്ലായ്മ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? കൊണ്ടാഴിയെ സംബന്ധിച്ചിടത്തോളം റോഡിൻ്റെ ഇരുവശങ്ങളിലും സ്വകാര്യ വ്യക്തികളും അല്ലാതെയുമായി കയ്യേറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതൊന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി നിരവധി തവണ ഈ ഭരണസമിതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവരെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. അതിനെതിരെ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി അടുത്ത ദിവസങ്ങളിൽ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കയ്യേറ്റങ്ങൾ കൊണ്ടാഴിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ അതിനൊരു നടപടി ഇവരാരും ഈ രണ്ട് ഭരണസമിതിയും അധികാരപ്പെട്ടവരും സ്വീകരിക്കുന്നില്ല. പറഞ്ഞോളൂ. ഞാൻ നേരത്തെ ബാക്കി വെച്ചതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ പൂർത്തീകരിക്കണമല്ലോ. നാണം കെടുത്തി എന്ന് ഞാൻ വാക്കുകൾ പ്രയോഗിച്ചു. അതിൻ്റെ കാര്യം കൂടി എനിക്ക് പറയണം. കാരണം ഈ ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും കേട്ടിട്ടുണ്ടാവും. 24 ന്യൂസിലും മാതൃഭൂമി ന്യൂസിലും മനോരമ ന്യൂസിലും ആ വനിതാ ഫിറ്റ്നസ് സെന്ററിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്ന അല്ലേ കൊണ്ടാഴിയിലാണ് സംഭവിച്ചത്. സ്ത്രീകൾക്ക് അവരുടെ വ്യായാമത്തിന് വേണ്ടിയിട്ട് പണി കഴിച്ചൊരു സ്ഥാപനം കഴിഞ്ഞ 5 വർഷമായിട്ട് അതിനുള്ളിൽ സാമൂഹ്യ വിരുദ്ധരാണ് അതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യത്തിനുള്ള മറുപടി അല്ല, ഇതിന് മറുപടി ബസ് സ്റ്റാൻഡിനെ പറ്റിയിട്ടുള്ള ചോദ്യത്തിന് മറുപടി പറയട്ടെ. കൊണ്ടാഴി പഞ്ചായത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് മറുപടി വെയിറ്റ് ചെയ്യൂ. കൊണ്ടാഴി പഞ്ചായത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കായമ്പോ സെന്ററിൽ നിന്നാണ്. ഒറ്റപ്പാലം മായന്നൂർ പാലം വരെയാണ്. അതിന്റെ ഉള്ളിൽ കാണുന്ന ബസ് സ്റ്റോപ്പിൽ കാണാം UR പ്രദീപ് MLAയുടെ ഫണ്ടിൽ നിന്ന് അല്ലാതെ ഒരു ബസ് സ്റ്റോപ്പും അവിടെ വന്നിട്ടില്ല. MB ഹരിദാസിന്റെ ഫണ്ടിൽ നിന്ന് വന്നിട്ടില്ല, പഞ്ചായത്തിന്റെ വന്നിട്ടില്ല. വന്നത് മൊത്തം UR പ്രദീപ് MLAയുടെ ഫണ്ടിൽ നിന്നാണ്. ചോദിച്ചോളൂ. 3 മുന്നണിയുടെയും പ്രതിനിധികളോടായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചന്ദ്രിക ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറാണ്. പേര് PM റഷീദ്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വളരെ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നത്. 3 മുന്നണികളും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വ്യക്തമായൊരു പ്ലാനോട് കൂടിയിട്ടാവും. നേരത്തെ ഇവിടെ ചോദ്യം ഉന്നയിച്ച ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകൻ കൊണ്ടാഴിയുടെ ടൂറിസം സാധ്യതകളെക്കുറിച്ചൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. ആരോടാണ് ചോദിക്കുന്നത്? ബഹളത്തിന് മൂന്ന് മുന്നണികളുടെയും ആളുകൾക്ക് ഇതൊരു ചോദ്യമെന്ന് വെച്ചാൽ ഈ 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുന്നണി, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞാൽ കൊണ്ടാഴിയുടെ വിശാലമായ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സെക്കൻഡ്, ഇത് ഫൈനൽ റൗണ്ടാണ്. അപ്പോൾ സ്പെസിഫിക് ആവണം ഉത്തരം പറഞ്ഞതിന് ശേഷം ഒരു റൗണ്ടും കൂടി ചെയ്തതിന് ശേഷം നമുക്കിത് കൺക്ലൂഡ് ചെയ്യാൻ പോകണം. ഞാൻ പ്രിയ സുഹൃത്ത് പറഞ്ഞതിന് മറുപടി പറയാം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 2020 UDF ഭരണസമിതി അധികാരത്തിലേറ്റ് 2021-22 ശേഷം 22-23 കാലഘട്ടത്തിൽ മായന്നൂർ പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു ജിമ്മും ബാലസൗഹൃദ പഞ്ചായത്ത് എന്ന പേരിൽ ഒരു പദ്ധതിക്ക് വേണ്ടി 25 ലക്ഷം രൂപ മാറ്റിവെച്ചു. എന്നിട്ട് അതിൻ്റെ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോയി. സംസ്ഥാന സർക്കാരിൽ ഞങ്ങളിതിൻ്റെ പദ്ധതി ഗ്രാമപഞ്ചായത്തിൻ്റെ റെസൊല്യൂഷൻ എടുത്ത് അയക്കുകയും പ്രസിഡൻറ്റും ഞാനും അടക്കമുള്ള ആളുകൾ ഈ വകുപ്പ് മേധാവികളെ പല പ്രാവശ്യങ്ങളിൽ പോയി കാണുകയും ചെയ്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് NOC
ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് NOC തരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആ ഫണ്ട് അവിടെ ഉപയോഗിക്കാൻ കഴിയാതിരുന്നത്. നിങ്ങൾക്ക് പറയാം. അതുമാത്രമല്ല, ഒരു ഡോക്യുമെൻ്ററി കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ടൂറിസം പദ്ധതിക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ച് നമ്മൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിൻ്റെ നമുക്ക് ചേക്കോട്ടുപാറ മുതൽ ചേക്കോട്ടുപാറ, അതേപോലെ തന്നെ മായന്നൂർ പാലം, അതേപോലെ തന്നെ മായന്നൂർ കൂട്ടിലിമുക്ക്, ഒട്ടനവധി സ്ഥലങ്ങളെ കൂട്ടിച്ചേർത്ത് ഡോക്യുമെന്ററി വരെ ഈ ഭരണസമിതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു മുന്നണി ഈ അടുത്ത തവണ കൊണ്ടാഴി ഭരിക്കാനുള്ള സാഹചര്യം ജനങ്ങൾ തരികയാണെങ്കിൽ ഈ പറയുന്ന കൊണ്ടാഴിയെ ടൂറിസം മേഖലയിൽ കൂടാതെ അവിടുത്തെ ജനങ്ങൾക്ക് പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ സൗകര്യം, അതിനോട് ചേർന്നാ പറയുന്നത്, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അവിടുത്തെ കൊണ്ടാഴിയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു സംരംഭകത്വം ഇല്ലാത്ത പഞ്ചായത്ത് ആവുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഒരു മാതൃകാ പഞ്ചായത്തായി മാറ്റുന്നതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം മുന്നിലുണ്ടാവും. ചോദ്യം ടൂറിസത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഞാൻ ടൂറിസം മാത്രമേ പറയുള്ളൂ, ബാക്കി ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടുകയാണെങ്കിൽ മായന്നൂർ കൂട്ടിൽമുക്ക് തടയണയുണ്ട്. അവിടുന്ന് ഇപ്പോൾ കുത്താമ്പുള്ളി പാലം, പുതിയ പാലം വരെ സമൃദ്ധമായിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ വേമ്പനാട്ട് കായൽ പോലെ രണ്ട് സൈഡും പച്ചപ്പായിട്ട് വെള്ളം നിൽക്കുകയാണ്. അതിൽ ഞങ്ങളൊരു ബോട്ട് സർവീസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൽ വൈകുന്നേരം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോട്ട് സർവീസും, അതിൻ്റെ പരിസരത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക്, കുട്ടികൾക്ക് വൈകുന്നേരം വന്നിരിക്കാനും വയസ്സായവർക്ക് ഇരിക്കാനും ഒരു ചിൽഡ്രൻസ് പാർക്കും ഗാർഡനും സെറ്റ് ചെയ്യാൻ ശ്രമിക്കും. മാത്രമല്ല, പഞ്ചായത്തിൻ്റെ ഉള്ളേരിയകളിൽ എവിടെയെങ്കിലും പഞ്ചായത്ത് ഭൂമി ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവിടെ ആ പ്രാദേശികമായിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കും സ്ഥാപിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. അവസാനത്തെ ഒരു റൗണ്ടാണ് ഇതിലുള്ളത്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് അടുത്തൊരു 5 വർഷത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്, നിങ്ങൾ എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം, നിങ്ങളുടെ പ്രത്യേക പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയാനുള്ള അവസരമാണിത്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത 5 വർഷത്തെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കാം. ചുരുങ്ങിയ വാക്കുകളിൽ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തുടങ്ങാം. ടൂറിസം 2 മിനിറ്റിൽ അവസാനിപ്പിക്കണം. ഞങ്ങൾ മാസ്റ്റർ പ്ലാനോട് കൂടി തയ്യാറാക്കി കഴിഞ്ഞു. അതിൻ്റെ എമൗണ്ട് വരെയും മാസ്റ്റർ പ്ലാനോട് കൂടി തയ്യാറാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്, തൊഴിൽ, കർഷകർക്ക്, ക്ഷീരകർഷകർക്ക് തുടങ്ങി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളെ ഊന്നിക്കൊണ്ട് തുടർ വികസനവുമായി മുന്നോട്ട് പോകും. അതിനാണ് ഞങ്ങൾ UDF ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് NDAയുടെ മുന്നണിയാണ് ജനങ്ങളുടെ ഇതിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പറയുന്ന കൊണ്ടാഴിയെ ടൂറിസം മാത്രമല്ല, ആരോഗ്യരംഗത്ത്, നേരത്തെ പറഞ്ഞു ഞാൻ, ആരോഗ്യരംഗത്ത് ഇന്ന് കൊണ്ടാഴി വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം 5 മണി കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തെ ആശ്രയിക്കുന്ന രോഗികളുടെയാണ് ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യരംഗം, കാർഷിക രംഗം, അതേപോലെ ഇപ്പോൾ നമ്മൾ ചർച്ചയിൽ ഉടനീളം നീണ്ടുനിന്ന കുടിവെള്ള പ്രശ്നം, യുവാക്കൾക്ക് തൊഴിൽ, സംരംഭകരായിട്ടുള്ള ഒരു പഞ്ചായത്തായി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ NDAയുടെ ലക്ഷ്യം. LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്യന്തികമായ പ്രശ്നം ആളുകളുടെ ഭവനമാണ്. ഈ ഭവന പദ്ധതി, കെട്ടിക്കിടക്കുന്ന ഭവന പദ്ധതി ഞങ്ങൾ എല്ലാവർക്കും കഴിയുന്നതിൻ്റെ പരമാവധി വീടുകൾ ലഭ്യമാക്കും എന്നാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഈ കാട്ടുപന്നി പ്രശ്നത്തിന് ഞങ്ങൾ അതിനെ വെടിവെച്ചിടാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ എടുത്ത് ഞങ്ങളുടെ ഒരു പ്രസിഡന്റാണ് ഭരിക്കുന്നതെങ്കിൽ ഈ കാട്ടുപന്നികളെ വെടിവെച്ച് പാവപ്പെട്ട കൊണ്ടാഴിയിലെ കർഷകന്റെ ഒപ്പം നിൽക്കുമെന്നും, അതുമാത്രമല്ല ഞങ്ങളുടെ തൊഴിലുറപ്പിലെ അമ്മമാർക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നൽകി 100 തൊഴിൽ ദിനങ്ങൾ എത്തിക്കുമെന്നും ആണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ ഗംഭീരമായ ഒരു ചർച്ചയായിരുന്നു നമ്മൾ നടത്തിയത്. കഴിഞ്ഞ ഒരു മണിക്കൂറോളം സമയം നമ്മൾ വലിയ രീതിയിലുള്ള സംവാദങ്ങൾ നടന്നു. സംവാദങ്ങളാണ് ഒരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനശില. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പല ആശയങ്ങളും പല സംവാദങ്ങളും ഇവിടെ നടക്കുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായ പല അന്തരീക്ഷങ്ങളും ഉണ്ടായെങ്കിലും
വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ ഈ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞതിൽ ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികൾക്കും ഞങ്ങളുടെ ചേലക്കര പ്രസ് ക്ലബിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. തദ്ദേശം 2025 എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് പാളയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു തദ്ദേശം 2025 എന്ന പരിപാടിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.